എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ TMT 500D സ്റ്റീൽ ബാർസ്. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട VSന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. VSനെ എതിർത്ത് സംസ്ഥാന സർക്കാർ. ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് സർക്കാർ വാദം. രാഷ്ട്രീയ പോരിന് ഇവിടം വേദിയാക്കരുതെന്ന് സുപ്രീം കോടതി. വേട്ടയാടലിന്റെ കാലം കഴിഞ്ഞെന്ന് PK കുഞ്ഞാലിക്കുട്ടി. VSന് ഭരണപരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷ പദവി നൽകാൻ നിയമ ഭേദഗതി. ബില്ലിന്റെ കരടിന് മന്ത്രിസഭാ അംഗീകാരം. ബിൽ നടപ്പ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരും. ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷനായി V രാമചന്ദ്രനെ നിയമിച്ചു. അനിശ്ചിതത്വത്തിനൊടുവിൽ അബ്ദുൽ നാസർ മാദിനി കൊച്ചിയിൽ. കേരള യാത്ര വൈകിയത് സുരക്ഷാ പ്രശ്നം പറഞ്ഞ വിമാനത്തിൽ കയറ്റാത്തതിനെ തുടർന്ന്. ഇൻഡിഗോ വിമാന കമ്പനിക്കെതിരെ നെടുമ്പാശ്ശേരിയിൽ PDP പ്രതിഷേധം. ബാർ കോഴക്കേസിലെ ഗൂഢാലോചന ആക്ഷേപത്തിൽ വിജിലൻസ് SP സുകേശന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ്. ബിജു രമേശുമായി ഗൂഢാലോചന നടത്തിയതിന് തെളിവില്ല. ഭരണം കാര്യക്ഷമമാക്കാൻ ഉദ്യോഗസ്ഥർക്ക് 50 നിർദ്ദേശവുമായി പിണറായി വിജയൻ. സംസ്ഥാനത്ത് ചെറിയ പെരുന്നാൾ മറ്റന്നാൾ എന്ന് ഖാസിമാർ. ഇന്ന് കേരളത്തിൽ എവിടെയും മാസപ്പിറവി കണ്ടില്ല. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് VS നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. പ്രത്യേക സംഘത്തിന്റെ അന്വേഷണത്തിൽ എതിർപ്പുണ്ടെങ്കിൽ VSന് വിചാരണ കോടതിയെ സമീപിക്കാമെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. VSന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചു. അട്ടിമറി കേസിൽ ആരോപണ വിധേയനായ ആളെയാണ് മുഖ്യമന്ത്രി നിയമോപദേശകനായി വെച്ചതെന്ന് VSന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. അതേസമയം കോടതി രാഷ്ട്രീയ പോരിന്റെ വേദിയാക്കരുതെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചത് ഹൈക്കോടതിയിൽ ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവരാണെന്നും അതിനാൽ CBI അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് VS സുപ്രീം കോടതിയെ സമീപിച്ചത്. എന്നാൽ VS അച്യുതാനന്ദന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ KK വേണുഗോപാൽ വാദിച്ചു. മുൻ മന്ത്രിയും അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരിയുടെ ഭർത്താവും തമ്മിലുള്ള തർക്കമാണ് ആരോപണങ്ങളുടെ അടിസ്ഥാനം. ആരോപണം ഉയർന്നപ്പോൾ തന്നെ പ്രത്യേക സംഘത്തെ കൊണ്ട് അന്വേഷിപ്പിച്ചിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ കണ്ടെത്തലിനോട് വിയോജിപ്പുണ്ടെങ്കിൽ VSന് വിചാരണ കോടതിയെ സമീപിക്കാമെന്നും KK വേണുഗോപാൽ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് പുറമെ മുൻ അഡ്വക്കേറ്റ് ജനറലും കേസിൽ ആരോപണ വിധേയനാണെന്ന് VSന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഈ ആരോപണ വിധേയനായ വ്യക്തിയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി നിയമോപദേശകനായി വച്ചിരിക്കുന്നതെന്നും VSന്റെ അഭിഭാഷകൻ കോടതിയിൽ ചൂണ്ടിക്കാട്ടി. ഇതോടെ രാഷ്ട്രീയ പോരിന്റെ വേദിയായി കോടതിയെ മാറ്റരുതെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ പറഞ്ഞു. സംസ്ഥാന സർക്കാരിന്റെ വാദങ്ങൾ പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ടാണ് VSന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. ഇന്നത്തെ ഉത്തരവോടെ ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ നിയമ പോരാട്ടങ്ങൾക്ക് താൽക്കാലിക വിരാമമായി. B ബാലഗോപാൽ, റിപ്പോർട്ടർ, ദില്ലി. അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ PM മനോജ്, ശ്രീ ജോസഫ് C മാത്യു, ശ്രീ ജേക്കബ് ജോർജ്, ശ്രീ TV ഇബ്രാഹിം തുടങ്ങിയവരാണ് ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ഒപ്പം കോൺഗ്രസ് നേതാവ് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനും പങ്കെടുക്കും. ആദ്യം ശ്രീ TV ഇബ്രാഹിം, സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകൻ ശ്രീ KK വേണുഗോപാൽ UDF കേരളം ഭരിച്ചിരുന്ന കാലത്തേതിനേക്കാൾ ആത്മാർത്ഥതയോടുകൂടി ഊർജ്ജസ്വലമായി VS അച്യുതാനന്ദൻ്റെ ഹർജി തള്ളണം, അത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് ആവശ്യപ്പെടുകയും സുപ്രീം കോടതി രാഷ്ട്രീയ കളിക്ക് ഈ കോടതിയെ വേദിയാക്കേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് VSന്റെ ഹർജി തള്ളുകയും ചെയ്തിരിക്കുന്നു. സംസ്ഥാന സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന നിലപാടിനെ ലീഗ് എങ്ങനെയാണ് കാണുന്നത്? എന്തുകൊണ്ട് സംസ്ഥാന സർക്കാരിന്, ഇപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ ഇത്ര ബാധ്യത വരുന്നു? സംസ്ഥാന സർക്കാർ എടുക്കുന്ന നിലപാട് എങ്ങനെയാണ് ഇത്ര കൃത്യമായി വരുന്നത് എന്ന് ചോദിച്ചാൽ അതിന് നിയമപരമായ പിൻബലം ഉണ്ടായതുകൊണ്ടായിരിക്കണം. സർക്കാരുകൾ മാറി വരുന്നു എന്നുള്ളതല്ലല്ലോ അതിന്റെ കാര്യം. അതിലെ ഒരു വിഷയത്തിൽ ഏതാണ് സത്യമായിട്ട് എടുക്കേണ്ട നിലപാട് എന്നുള്ളതാണ് അതിന്റെ വിഷയം. ആ നിലക്കെടുത്തതായിരിക്കാം. പിന്നെ കുഞ്ഞാലിക്കുട്ടിയോട് ബാധ്യത വരുന്നു എന്നൊക്കെയുള്ള രീതിയിൽ 10-20 വർഷമായില്ലേ ഈ പ്രചരണമായിട്ട് നടക്കാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എവിടെയും ഒരു പിടിയും കിട്ടാതെ ഒരു നിയമത്തിന്റെ നിരവധി വ്യവഹാരങ്ങൾ നടക്കുകയുണ്ടായി. അല്ല, തീർച്ചയായും ശ്രീ TV ഇബ്രാഹിം, സർക്കാരിന്റെ തുടർച്ചയാണ്. അതുകൊണ്ട് മുൻ സർക്കാർ 2 മാസം മുൻപ് കോടതിയിലെടുത്ത അതേ നിലപാട് തന്നെ ആയിരിക്കും ഇപ്പോഴും എടുക്കുക എന്ന് നമുക്ക് വാദിക്കാൻ കഴിയില്ല. SNC ലാവ്ലിൻ കേസിൽ UDF സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ എടുത്ത നിലപാടല്ല ഈ സർക്കാർ വന്നതിന് ശേഷം ഹൈക്കോടതിയിൽ സർക്കാർ എടുത്തിട്ടുള്ളത്. അതേമാതിരി തന്നെയാണ് ഓരോ കാര്യങ്ങളിലും. അപ്പോൾ കൃത്യമായി സർക്കാരിൻ്റെ നിലപാട് തന്നെയാണ് സുപ്രീം കോടതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, സർക്കാരിനെ സംബന്ധിച്ച് ഈ ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറി മുകളിലെ തലത്തിൽ CBIയുടെ തലത്തിൽ അന്വേഷിക്കരുത് എന്ന ഒരു നിർബന്ധ ബുദ്ധി ഉള്ളതുപോലെ ഇത് കേൾക്കുന്ന ആർക്കും തോന്നും. അല്ലല്ല, ഇത് പൊളിറ്റിക്കൽ ഐഡിയോളജിയുമായിട്ടോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പോളിസിയുമായിട്ടോ ബന്ധപ്പെട്ട് കിടക്കുന്ന കേസുകളിലാണ് ഒരുപക്ഷെ മാറി മറിഞ്ഞു വരിക.
ഇത് പിന്നെ UDF സർക്കാരിന്റെ അതേ നിലപാട് എത്ര കാര്യങ്ങൾ LDF ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. അതിന് മുമ്പത്തെ LDF ഗവൺമെന്റിന്റെ അതേ നിലപാട് പല കാര്യങ്ങളും UDF ഗവൺമെന്റ് എടുത്തിട്ടുണ്ട്. ഇത് ആ രീതിയിൽ വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന നിങ്ങളുടെ ഈ മീഡിയയുടെ അച്യുതാനന്ദന്റെ അതേ നിലപാട് തന്നെ നിങ്ങൾ പിന്തുടർന്നു പോകുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അല്ല, ഇതിൽ ശ്രീ ടി വി ഇബ്രാഹിം EK നായനാർ മുഖ്യമന്ത്രി ആയിരിക്കുന്ന വേളയിലാണല്ലോ ഐസ്ക്രീം പാർലർ കേസിൽ കുഞ്ഞാലിക്കുട്ടിയെ പ്രതി ചേർക്കാനാകില്ല എന്ന നിഗമനത്തിൽ അന്നത്തെ AG എത്തിച്ചേരുകയും അതനുസരിച്ച് അന്നത്തെ ADGP സത്യവാങ്മൂലം നൽകുകയും കുഞ്ഞാലിക്കുട്ടി ഈ കേസിൽ നിന്ന് ഒഴിവായി പോവുകയും ചെയ്തത്. ഏതൊക്കെ തരത്തിലാണ് അട്ടിമറി നടന്നത് എന്നത് പിന്നീട് ആണ് വെളിയിൽ വന്നത്. അത് സംബന്ധിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ ഒരു അന്വേഷണ സംഘം ഈ വിഷയം അന്വേഷിച്ചത്. അപ്പോൾ ഹൈക്കോടതി ജഡ്ജിമാർ വരെ സ്വാധീനിക്കപ്പെട്ടു എന്ന വിവരം, ഞെട്ടിക്കുന്ന വിവരമാണ് കേരളം കേട്ടത്. അതാണിപ്പോൾ അന്വേഷിക്കുന്നത്. ഐസ്ക്രീം പാർലർ കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് അന്വേഷിച്ചപ്പോൾ ആ അന്വേഷണം ശരിയായ നിലയ്ക്കല്ല, ആ അന്വേഷണത്തിൽ ചില പാകപ്പിഴകൾ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചാണ് VS അച്യുതാനന്ദൻ സുപ്രീം കോടതിയിലേക്ക് പോകുന്നത്. അതിൽ ഇപ്പോൾ സാധാരണഗതിയിൽ സർക്കാരുകൾ സ്വീകരിക്കുന്ന നയപരമായ നിലപാടുകളുടെ തുടർച്ചയൊന്നും ഒരു പ്രശ്നമേ അല്ല. അല്ല, നിങ്ങളിപ്പം ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞത് ആരാണ് ഞെട്ടിയത്? ആരും ഇവിടെ ഞെട്ടിയിട്ടില്ല. നിങ്ങൾ വെറുതെ ഞെട്ടിയെന്ന് പറയാണ്. ഇവിടെ ഏതോ ഒരു ക്രിമിനൽ നേരത്തെ ഒരു നിലപാടെടുത്തു. അയാൾ അല്ല, ഈ ക്രിമിനൽ നിലപാടെടുക്കുന്നതിന്റെ കാര്യമല്ല ശ്രീ ടി വി ഇബ്രാഹിം. കേരളത്തിലെ ഒരു ഹൈക്കോടതി ജഡ്ജിയുടെ റേറ്റ് 10 ലക്ഷമാണ് എന്നൊക്കെ കേട്ടാൽ നീതിബോധമുള്ള ആരും ഞെട്ടിപ്പോകും. അത് സത്യമാണോ എന്ന ആശങ്കയുണ്ടാകും. അതാണ് അന്വേഷിക്കുന്നത്. എന്തുകൊണ്ടാണത് ഞെട്ടിക്കുന്ന വിവരം അല്ലാതാകുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സംസ്ഥാനത്തെ 2 ജഡ്ജിമാരെ പണം കൊടുത്ത് പർച്ചേസ് ചെയ്തു എന്നുള്ളതായിരുന്നു ആരോപണം. അതേതെങ്കിലും ഒരു ക്രിമിനൽ റൌഫ് എന്ന ആളെ ആയിരിക്കും താങ്കൾ ഉദ്ദേശിക്കുന്നത്. അയാൾ പറഞ്ഞു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, അതിനെ കൊറോബറേറ്റ് ചെയ്യാൻ എത്രയോ മൊഴികൾ പൊതുജന സമക്ഷത്തിൽ തന്നെ വന്നിട്ടുണ്ട്. അതാണ് അന്വേഷിച്ചത്. അതിന്റെ പേരിലാണ് VS അച്യുതാനന്ദന്റെ സർക്കാർ ഇത് വീണ്ടും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. അതെ, ആ ഇൻവെസ്റ്റിഗേഷനിലും യാതൊന്നും എവിടെയും ഒരു പിടിയുമില്ല എന്നുള്ളത് ബോധ്യമായിട്ടുണ്ട്. എന്നിട്ട് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ക്രിമിനൽ ഇങ്ങനെ തിരിച്ചങ്ങോട്ട് കൊണ്ടും പറയുമ്പോൾ അതിന് ഞെട്ട നിൽക്കുന്നതാണോ കേരളീയർ? അച്യുതാനന്ദന്റെ സത്യത്തിൽ അച്യുതാനന്ദന്റെ ക്രെഡിബിലിറ്റി പോലും തകർന്നുകൊണ്ടിരിക്കുകയാണത്. ഈ കാര്യത്തിൽ മാത്രം അച്യുതാനന്ദൻ സത്യസന്ധമല്ലാത്ത നിലപാടുകളുമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ളത് കേരളീയ സമൂഹത്തിന് തന്നെ ബോധ്യമുള്ളൊരു സംഗതിയാണിത്. അത് ഒരുപക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു ശരി. അങ്ങനെയാണെങ്കിൽ ടി വി ഇബ്രാഹിം, VS അച്യുതാനന്ദൻ വെറും രാഷ്ട്രീയ കളി കളിക്കുകയാണ്, അതല്ലാതെ ഈ കേസിൽ ഒരു വസ്തുതയുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല എന്ന പൂർണ്ണ ബോധ്യത്തിൽ ഈ സർക്കാർ എടുത്തിട്ടുള്ള നിലപാടായി ഇതിനെ കാണുന്നോ? അത് കോടതി പറഞ്ഞല്ലോ. ആ കാര്യം കോടതി പറഞ്ഞ കാര്യമാണല്ലോ. അവരവരുടെ രാഷ്ട്രീയ കളിക്ക് വേണ്ടിയിട്ട് കോടതി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അത് തന്നെയല്ലേ? അതാണ് കോടതിയും പറഞ്ഞത്. കോടതിയും കണ്ടെത്തിയല്ലോ ഇത്. ഈ കേസിൽ 10-17 പേരുണ്ട്. 16 പേരെയും വെറുതെ വിട്ടു. ഇനിയും കുഞ്ഞാലിക്കുട്ടിയിൽ പ്രതി ചേർത്തേ അടങ്ങൂ എന്നുള്ള രീതിയിലാണല്ലോ അച്യുതാനന്ദൻ മറ്റും മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഗൂഢനീക്കത്തിനെതിരായി കിട്ടിയ ഒരു തിരിച്ചടിയാണ് കോടതി. ശരി, ഗൂഢനീക്കത്തിനെതിരെ കിട്ടിയ തിരിച്ചടി എന്ന് ലീഗ് കാണുന്നു. അങ്ങ് ദയവായി തുടരുമെന്ന് ഞാൻ കരുതുന്നു. ശ്രീ PM മനോജ്, ഈ ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറി എന്ന ആരോപണത്തിൽ CBIയുടെ അന്വേഷണം ആവശ്യമില്ല. VSന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹർജി തള്ളണം. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടാണല്ലോ സ്വാഭാവികമായും സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകൻ കോടതിയെ ബോധിപ്പിക്കുക. അതനുസരിച്ചാണ് ഈ ഹർജി തള്ളിയിട്ടും ഉള്ളത്. മുൻപ് പാർട്ടി വിശദീകരിച്ചിട്ടുള്ളത് VS അച്യുതാനന്ദൻ കേസുകൾ നടത്തുന്നത് സ്വന്തം നിലയ്ക്കല്ല, മറിച്ച് പാർട്ടി തന്നെയാണ് ആ കേസുകളൊക്കെ നടത്താൻ VS അച്യുതാനന്ദനെ നിയോഗിക്കുന്നത് എന്നായിരുന്നു. ഈ കേസിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ അല്ല എന്നുണ്ടോ? VS അച്യുതാനന്ദൻ രാഷ്ട്രീയ കളി കളിക്കുകയാണ് എന്ന് എന്തുകൊണ്ടാണ് ഈ സർക്കാരിന് തോന്നുന്നത്? ആ കേസ് ഇന്ന് തീർപ്പാക്കി. ഇന്ത്യൻ ക്രിമിനൽ പ്രൊസീജിയർ ലോ അനുസരിച്ച് വിചാരണ കോടതിയിൽ ഇത് വീണ്ടും സമർപ്പിക്കാനും അവിടുന്ന് വീണ്ടും ആരംഭിക്കാനുമുള്ള അനുമതിയോടുകൂടി സുപ്രീം കോടതിയിൽ നിന്ന് കേസ് ഒഴിവാക്കുകയാണ്. അതിനർത്ഥം ഈ കേസ് എന്നേക്കുമായി അവസാനിച്ചുവെന്നും ഇദ്ദേഹം ലീഗ് MLA പറഞ്ഞതുപോലെ കുഞ്ഞാലിക്കുട്ടി എന്നേക്കുമായി രക്ഷപ്പെട്ടുവെന്നും അവർക്കൊക്കെ ചിരിക്കാമെന്നൊന്നുമല്ല. മറിച്ച് നിയമ പോരാട്ടം തുടരുക തന്നെ ചെയ്യും. കുഞ്ഞാലിക്കുട്ടി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നാണ് അഭിലാഷനും എനിക്കും എല്ലാവർക്കും ഉള്ള അഭിപ്രായം. അതിൻ്റെ ഒരു പ്രത്യേക ഘട്ടം മാത്രമാണ് ഇന്ന് ആ കോടതിയിൽ ആ കേസ് തീർപ്പാക്കുമ്പോൾ സ്വാഭാവികമായും പരസ്പരം ജയിക്കാൻ വേണ്ടി VSന്റെ അഭിഭാഷകരും അതുപോലെ സംസ്ഥാന സർക്കാരിൻ്റെ അഭിഭാഷകരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ഒരു ആത്യന്തികമായ ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ പ്രശ്നത്തിലുള്ള തീരുമാനമെടുക്കലല്ല, മറിച്ച് ഒരു നിയമപ്രശ്നമാണ് കൈകാര്യം ചെയ്തത്. ആ നിയമപ്രശ്നം എന്ന് പറയുമ്പോൾ കോടതിയിൽ അവിടെ എന്ത് തീർപ്പെടുക്കണം, അല്ല അവിടെ തീർപ്പെടുകയാണോ ആ കേസിൽ വേണ്ടത്? അതല്ല, ഈ കോടതിയുടെ ജുഡീഷ്യൽ സിസ്റ്റം ഉണ്ട്. ആ
ജുഡീഷ്യറിയിൽ ഏത് കോടതിയാണിത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന കാര്യം മാത്രമാണ് അവിടെ തീരുമാനിച്ചത്. അത് നിയമപരമായ തീരുമാനമാണ്. അത് എന്നുള്ളതാണല്ലോ. അത് താഴെ തട്ടിലെ ഈ വിചാരണ കോടതിയുടെ പരിഗണനയിൽ പെടുന്ന കാര്യവും അല്ല. വി.എസ്. അച്യുതാനന്ദൻ CBI അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടാനുള്ള കാരണം അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ നിയോഗിക്കപ്പെട്ട അന്വേഷണ സമിതിയാണ്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് എങ്കിലും അതിനുശേഷം വന്ന ഭരണകൂടത്തിന് കീഴിൽ ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്ന പൂർണ്ണ ബോധ്യത്തിലാണല്ലോ അങ്ങനെ ഒരു ഹർജി നൽകുക. എന്തുകൊണ്ടാണ് ആ ഹർജിയെ പിന്തുണയ്ക്കണം എന്ന് മാറി വന്ന സർക്കാരിന് തോന്നാത്തത് എന്നുള്ളതാണ് പ്രശ്നം. അല്ല, ഇത് ആദ്യത്തെ ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു, ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ കഴിഞ്ഞു. ആ ഫെർദർ ഇൻവെസ്റ്റിഗേഷൻ്റെ മുകളിലുള്ള ഫെർദർ ഇൻവെസ്റ്റിഗേഷനാണ് ഇപ്പോൾ വേണ്ടത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അത് നിയമപ്രശ്നമാണ്, അല്ലാതെ രാഷ്ട്രീയ പ്രശ്നമല്ല. ആ നിയമപ്രശ്നത്തിൽ നിയമപരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുക. അത് ഇപ്പോൾ തീർച്ചയായും ഒരു ഗവൺമെൻറ്റായിട്ടുള്ള ഒരു കോടതിയിൽ അപ്പിയർ ചെയ്യാൻ കഴിയൂ, അല്ലാതെ ഗവൺമെൻറ്റിൻ്റെ പുറത്തുള്ള ഏതെങ്കിലും അഭിപ്രായം കൊണ്ട് അവിടെ ചെല്ലാൻ കഴിയില്ലല്ലോ. അത് സാങ്കേതികമായിട്ടുള്ള സ്വാഭാവികമായ പ്രശ്നമാണ്. അതിൽ നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന ഗൗരവമൊന്നും അതിലില്ല. ശരി, അങ്ങനെയാണോ ശ്രീ ജോസഫ് സി മാത്യു? വി.എസ്. അച്യുതാനന്ദൻ്റെ ഈ ഹർജി പരിഗണിച്ച് കളയാൻ സമയമില്ല എന്ന് സുപ്രീം കോടതിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു. അത്തരത്തിലുള്ള രാഷ്ട്രീയ കളികൾക്കുള്ള വേദിയല്ല കോടതി എന്ന് ഓർമ്മിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരും അതേ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു നിലപാടായിരിക്കുമോ കോടതിയിൽ എടുത്തിട്ടുണ്ടാകുക? അഭിലാഷ് പറഞ്ഞതുപോലെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. അവിടെ നേരിട്ട് ഹാജരായവരിൽ നിന്ന് സംസാരിച്ച് മനസ്സിലാക്കിയ അറിവിൽ നിന്നാണ് ഞാൻ പറയുന്നത്. എന്നാൽ അങ്ങനെ ഒരു പാസിംഗ് റിമാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ സാഹചര്യം സർക്കാരിന് വേണ്ടി ഹാജരായ ശ്രീ കെ വേണുഗോപാൽ അദ്ദേഹം ഇത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറയുകയും ഇത് രണ്ട് ബ്രദർ ഇൻ ലോസ് തമ്മിലുള്ള ഒരു തർക്കമാണ്, അത് VS ഏറ്റെടുത്തതാണെന്ന് പറയുകയും ചെയ്തപ്പോൾ ചീഫ് ജസ്റ്റിസ് ചിരിച്ചുകൊണ്ട് VSൻ്റെ അഭിഭാഷകനോട് അങ്ങനെയാണെങ്കിൽ ഇത് രാഷ്ട്രീയ പ്രേരിതമല്ലേ, അങ്ങനെ കളയാനുള്ളതാണോ കോടതിയുടെ സമയം എന്ന് ചോദിക്കാനുണ്ടായി. ഇതിലെ വിഷയം നേരത്തെ പറഞ്ഞ പോലെ വിചാരണ കോടതിയിൽ ഇതിൻ്റെ മെറിറ്റ് എല്ലാം പരിഗണിക്കാവുന്നതാണ്. അന്വേഷണ ഏജൻസി സമർപ്പിച്ച ഫൈനൽ റിപ്പോർട്ടിൻ്റെ മെറിറ്റ് പരിശോധിക്കാവുന്നതാണ്. എന്നാൽ വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് വരാത്ത ചില വിഷയങ്ങളാണ് VS സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവന്നത്. അതിലൊന്ന്, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി അന്വേഷിക്കുന്ന ഘട്ടത്തിൽ UDF സർക്കാർ വന്ന ഘട്ടത്തിൽ VS CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ സമീപിക്കുകയും അന്ന് ചീഫായിരുന്ന ജസ്റ്റിസ് ചെല്ലമേശ്വർ ഈ CBI അന്വേഷണം ആവശ്യമില്ലെങ്കിലും മോണിറ്ററിംഗ് ആവാമെന്ന് പറയുകയും VSൻ്റെ ഹർജി തള്ളാതെ അദ്ദേഹത്തെയും കക്ഷിയായി തുടരാൻ അനുവദിക്കുകയുമാണ് ചെയ്തത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഈ VSൻ്റെ അഭിഭാഷകനായിരുന്ന ശ്രീ സച്ചാർ ഇത് ഫൈനൽ റിപ്പോർട്ടായിട്ട് കൊണ്ടുവന്ന് വിചാരണ കോടതിയെ സമർപ്പിക്കുമെന്നും അങ്ങനെ വന്നാൽ മോണിറ്ററിംഗ് വിൽ സ്റ്റോപ്പ് വെൻ ദി ഫൈനൽ റിപ്പോർട്ട് ഈസ് സബ്മിറ്റഡ് എന്നുള്ള സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ഈ കോടതിയെ അത് ഫാസ്റ്റ് ട്രാക്ക് ചെയ്യുന്ന പോലെ ആവുമെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തപ്പോൾ അന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ശ്രീമതി മഞ്ജുള ചെല്ലൂർ അത് താങ്കളുടെ കൺസേൺ രേഖപ്പെടുത്താമെന്ന് പറയുകയും അങ്ങനെ രേഖപ്പെടുത്തുകയും ഉണ്ടായി. പക്ഷേ അന്വേഷണ ഏജൻസി വിചാരണ കോടതിയിൽ സമർപ്പിക്കാതെ ഹൈക്കോടതിയിൽ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ചു. അത് സംബന്ധിച്ച് വാദം ഏതാണ്ട് 1 വർഷത്തിലധികം തുടർന്നു. ആ ഘട്ടത്തിൽ ഇടയ്ക്ക് വെച്ച് ഒരു ഓർഡറിൻ്റെയും പിൻബലമില്ലാതെ ഈ ഫൈനൽ റിപ്പോർട്ട് തിരിച്ച് അന്വേഷണ ഏജൻസി ഏൽപ്പിക്കുകയും അവരത് വിചാരണ കോടതിയിൽ സമർപ്പിക്കുകയുമാണ് ചെയ്തത്. പിന്നീട് വാദത്തിന് വന്നപ്പോൾ ഹൈക്കോടതി ഇത് സമർപ്പിച്ചു പോയതുകൊണ്ട് മോണിറ്ററിംഗ് തീർന്നു എന്നൊരു നിലപാടാണ് എടുത്തത്. ഇതിനെതിരായിട്ടാണ് സുപ്രീം കോടതിയിൽ സമീപിച്ചത്. ഈ ഏജൻസി അന്വേഷിച്ചാൽ മതിയാവില്ല എന്നും CBI അന്വേഷണം വേണമെന്നും പറഞ്ഞു. അത് ഹൈക്കോടതിക്കോ സുപ്രീം കോടതിക്കോ മാത്രം പരിഗണിക്കാവുന്ന വിഷയമാണ്. വിചാരണ കോടതിയിൽ അത് ഉന്നയിക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പോൾ ഈ വിഷയമാണ് അവിടെ ഉന്നയിച്ചിരുന്നത്. എന്നാൽ ഈ അന്വേഷണത്തിൽ വന്ന പോരായ്മകൾ അത് വിചാരണ കോടതിയിൽ റേസ് ചെയ്യാവുന്നതാണ്. അത് റേസ് ചെയ്തപ്പോഴാണ് ഇതൊക്കെ വിചാരണ കോടതിയിലല്ലേ ആദ്യം റേസ് ചെയ്യേണ്ടതെന്നും അങ്ങനെ റേസ് ചെയ്ത് നിങ്ങൾക്ക് തൃപ്തിയില്ലെങ്കിൽ പിന്നീട് ഹൈക്കോടതിയെയോ സുപ്രീം കോടതിയെയോ നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ് എന്നുമാണ് കോടതി പറഞ്ഞത്. അല്ല, ഇത് എന്നേക്കുമായി അടച്ച ഒരധ്യായം എന്നുള്ള രീതിയിലല്ല സുപ്രീം കോടതിയുടെ പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇത് ആരെയോ കുറ്റവിമുക്തരാക്കി എന്നുള്ള രീതിയിൽ പറയുന്നത് ശരിയല്ല. എന്ന് മാത്രമല്ല, ഒരു കാര്യം കൂടെ വസ്തുതാപരമായ ഒരു വിഷയം ഞാൻ തിരുത്തിക്കോട്ടെ. ഇത് ഐസ്ക്രീം പാർലർ കേസല്ല. നമ്മൾ ആദ്യം പറയുന്ന അന്ന് ഉൾപ്പെട്ട ആ കേസല്ല. മറിച്ച്
അന്നുണ്ടായിരുന്ന ഐസ്ക്രീം പാർലർ തീർച്ചയായും ഐസ്ക്രീം പാർലർ അട്ടിമറി കേസാണ്. അപ്പോഴാണ് ശ്രീ പി എം മനോജ് ഒരു സംശയം സംഗതമാകുന്നത്. എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു നിലപാടെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ഇപ്പോഴത്തെ സർക്കാരിൻ്റെ നിയമോപദേഷ്ടാവും ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനും ആരോപണ വിധേയരായ ഒരു സംഭവം കൂടിയാണ് നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഐസ്ക്രീം പാർലർ കേസ് അട്ടിമറിച്ചു എന്ന ആരോപണം. ആ ആരോപണത്തിന് പുറത്തുള്ള വെളിപ്പെടുത്തലുകളാണല്ലോ വി എസ് അച്യുതാനന്ദൻ്റെ പക്കൽ രേഖകളായും മൊഴികളായും എത്തുകയും അദ്ദേഹം അന്വേഷിക്കാമെന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന സംശയം. അങ്ങനെ രണ്ടു കൂട്ടർക്കും പരസ്പര ബാധ്യത ഉള്ളതുകൊണ്ടാണോ സർക്കാരിന് ഇങ്ങനെ ഒരു നിലപാട്? അങ്ങനെയല്ല. സർക്കാരിന്റെ നിയമപരമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, CRPC 173 ക്ലോസ് 8 അനുസരിച്ചിട്ടാണ് പുനരന്വേഷണം വരുന്നത്. ആ പുനരന്വേഷണത്തിന്റെ നടപടിക്രമങ്ങൾ കോടതിയിൽ നടക്കട്ടെ എന്ന് പറയുമ്പോൾ അത് അവിടെ കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ ഈ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട ഹർജിയിൽ തീർപ്പ് കൽപ്പിക്കുക എന്നത് തീർത്തും സാങ്കേതിക പ്രശ്നമാവുകയും നിയമപ്രശ്നമാവുകയും ആ നിയമപ്രശ്നത്തിന് ഈ രാഷ്ട്രീയ വ്യാഖ്യാനം നൽകുമ്പോഴാണ് നിങ്ങൾ ഈ പറയുന്ന രീതിയിലുള്ള പഴയ അട്ടിമറിയിൽ റൌഫ് എന്ന് പറഞ്ഞ ഒരു വെളിപ്പെടുത്തലുകാരനുണ്ട്. ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കോബ്രദർ ആണെന്ന് തോന്നുന്നു, മറ്റേ ബ്രദർ ഇൻ ലോ അല്ല, ഭാര്യയുടെ അനുജത്തിയുടെ ഭർത്താവോ മറ്റോ, അങ്ങനെയുള്ള ഒരാൾ വന്ന് ഒരുപാട് വെളിപ്പെടുത്തൽ നടത്തുന്നു. ആ വെളിപ്പെടുത്തൽ കേസായിട്ട് വരുന്നു, അന്വേഷണമായിട്ട് വരുന്നു. ആ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ പരാതി. ആ പരാതി നിലനിൽക്കുന്നത് നിയമപ്രകാരമാണ്. ആ നിയമപ്രകാരം അത് പുനരന്വേഷണം നടത്തേണ്ടത് ഈ പറഞ്ഞ വിചാരണ കോടതിയുടെ പരിഗണനയ്ക്ക് ശേഷമാണ്. വിചാരണ കോടതി അത് പോരാ, അല്ലെങ്കിൽ തൃപ്തികരമല്ലാത്ത വിധി പ്രഖ്യാപിച്ചാൽ ഉറപ്പായിട്ടും അടുത്ത കോടതിയിലേക്ക് പോകാം. അതാണ് നിയമം. ഒരു സംസ്ഥാന ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത്തരം നിയമപരമായ പ്രശ്നങ്ങൾ നിയമപരമായ ഇടപെടലുകൾ മാത്രമേ നടത്താൻ കഴിയൂ. അതിന് രാഷ്ട്രീയം കാണാൻ. ശരി, അങ്ങനെയാണ് അതിൽ വിശദീകരിക്കുന്നത് താങ്കൾ ആവർത്തിച്ചു. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇക്കാര്യത്തിൽ ഈ പറയുന്ന സാങ്കേതികത്വമാണോ സാധുവായിട്ടുള്ളത്? അല്ല, സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഏത് കേസിലുള്ള പോലെ ഈ കേസിലുണ്ട്. നിയമപരമായ തർക്കങ്ങളുണ്ട്. നിയമത്തിനെതിരായിട്ട് ഒരു സർക്കാരിനും നിലപാടെടുക്കാൻ കഴിയുകയില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം അതല്ല. ഇത് പറയാനായിട്ട് കേരള ഗവൺമെൻറ്റിന് സ്റ്റാൻഡിംഗ് കൗൺസിൽ അവിടെ ഉണ്ട്. പക്ഷേ മിനിറ്റെണ്ണി കാശ് വാങ്ങുന്ന KK വേണുഗോപാലിന് ഈ കേസിൽ എൻഗേജ് ചെയ്തതിൻ്റെ രഹസ്യം എന്താണെന്ന് കൂടി നമ്മുടെ പ്രിയ സ്നേഹിതൻ മനോജ് ഒന്നും പറഞ്ഞാൽ തിരക്കില്ല. എന്തുകൊണ്ട്, ഞാനൊന്ന് പറഞ്ഞു തീർത്തോട്ടെ, എന്തുകൊണ്ട് KK വേണുഗോപാലിനെ ഇന്ന് എൻഗേജ് ചെയ്തു? സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഭരണഘടനാ പ്രശ്നങ്ങളുടെ കേസാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് MA ബേബിയുടെ ചരിത്ര പ്രസിദ്ധമായ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ കേസിൽ KK വേണുഗോപാലിനെ കൊടുത്താൽ മനസ്സിലാക്കാം, അല്ലെങ്കിൽ നരിമാനെ കൊടുത്താൽ മനസ്സിലാക്കാം. അതിനൊക്കെ ഒരു ന്യായമുണ്ട്. നമ്മളിവിടെ അഡ്വക്കേറ്റ് ജനറൽ നോക്കുകൂലി കൊടുത്തിട്ട് CS വൈദ്യനാഥൻ എന്ന് പറഞ്ഞൊരു വക്കീലിനെ സുപ്രീം കോടതി കൊടുത്തു. അദ്ദേഹം ബാറ്ററിയിൽ കേസ് പഠിക്കാതെ ബാധിച്ച് ബേബിയുടെ നിയമം വെള്ളത്തിൽ വരച്ച വര പോലെ ഇപ്പോൾ നമുക്കൊക്കെ ഓർമ്മയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയൊക്കെ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. പല കേസിലും പ്രഗത്ഭരായ അഭിഭാഷകരെ ഹാജരാക്കാറുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ താല്പര്യം സംരക്ഷിക്കാൻ. ഇവിടെ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ കാര്യത്തിൽ അട്ടിമറി ഉണ്ടായിരുന്നില്ല എന്ന് പറയിപ്പിക്കാൻ വേണ്ടി KK വേണുഗോപാലിനെ എൻഗേജ് ചെയ്ത് സംസ്ഥാനത്തിൻ്റെ എന്ത് താല്പര്യമാണ് സംരക്ഷിക്കപ്പെട്ടത്? KK വേണുഗോപാലിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ ഫീസ് ഖജനാവിൽ നിന്നാണോ കൊടുക്കുന്നത്, അത് വേറെ ഏതെങ്കിലും വ്യക്തികളുടെ കുഞ്ഞാലിക്കുട്ടിയുടെ മറ്റാരെങ്കിലും പോക്കറ്റിൽ നിന്നാണോ കൊടുക്കുന്നത്? നമുക്കറിയേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനൊക്കെ ഒരു തൃപ്തികരമായ വിശദീകരണം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകേണ്ടതായിട്ടിരിക്കുന്നു. നിയമപരമായ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അത് വിശദീകരിക്കേണ്ടതല്ലേ? ഇവിടെ ഭരണമാറ്റം ഉണ്ടായെന്ന് നമ്മൾ വിചാരിച്ചു, പക്ഷേ ഇപ്പോൾ സംഭവിക്കുന്ന ഭരണനാറ്റമാണ്. അത് വിശദീകരിക്കേണ്ടതായിട്ട് വരും. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ സംസ്ഥാന സർക്കാരിന് ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് CBIയെ പോലെ ഒരു ഏജൻസി അന്വേഷിക്കേണ്ടതില്ല എന്ന് തോന്നുന്നത് കൊണ്ടായിരിക്കുമോ ഇങ്ങനൊരു നിലപാട്? അതോ ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് വിശദീകരിക്കപ്പെടുന്നത് പോലെ തികച്ചും സാങ്കേതികത്വം ഇപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിൽ ഈ നിലയ്ക്ക് പരിഗണിക്കപ്പെടേണ്ടതല്ല, മറിച്ച് ക്ലോഷർ റിപ്പോർട്ട് വിചാരണ കോടതിയിലുണ്ട്, അതിനുശേഷം അതിൻ്റെ ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കട്ടെ എന്ന് കരുതി പ്രത്യേകിച്ച് താല്പര്യങ്ങളൊന്നുമില്ലാത്ത നിഷ്കളങ്കമായൊരു നിലപാടാണ്? ഇതിൻ്റെ അകത്ത് എനിക്ക് തോന്നുന്നത്, എന്തായിരുന്നു VSന്റെ കേസ് സുപ്രീം കോടതിയിൽ? അദ്ദേഹം രണ്ട് പ്രധാനപ്പെട്ട കാര്യം ഉന്നയിച്ചത്. ഒന്ന്, ഈ കേസ് കൈകാര്യം ചെയ്ത് ഹൈക്കോടതിയിലെ അന്നത്തെ ചീഫ് ജസ്റ്റിസ് അടക്കം കുഴപ്പമുണ്ടാക്കിയെന്ന് അദ്ദേഹത്തിന് ഒരു പരാതി. രണ്ടാമത്തത്, ഇപ്പോഴത്തെ ഗവൺമെന്റിന്റെ ലീഗൽ അഡ്വൈസറായ അന്നത്തെ AGയും കുഴപ്പമുണ്ടാക്കിയെന്നാണ്. ആ രണ്ട് കാര്യങ്ങളും ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് അംഗീകരിക്കാൻ പറ്റുമോ? അവിടെയാണ് പ്രശ്നം. സംസ്ഥാന ഗവൺമെന്റ് പ്രശ്നം അവിടെ വന്നിരിക്കുന്നത്. VS പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളും ഈ ഗവൺമെന്റ് അംഗീകരിച്ചാൽ അതോട് പാപ്പീസ് പൂട്ടിയില്ലേ? എന്തായിരിക്കും നമ്മുടെ ദാമോദരൻ വക്കീലിന്റെ പ്രസിഡന്റ്? ദാമോദരൻ വക്കീൽ കുഴപ്പമുണ്ടാക്കിയെന്നാണ് VSന്റെ ഒരു ആരോപണം. രണ്ട്, ജഡ്ജിമാരെ കുറിച്ചാണ് അദ്ദേഹം ആക്ഷേപം പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ട് അന്വേഷിക്കണമെന്നാണ്.
അതുകൊണ്ട് തന്നെ നിയമപരമായിട്ട് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് എന്ന നിലയ്ക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഈ ഗവൺമെൻറ് വേറെ മാർഗമൊന്നുമില്ല. പിന്നെ ഇതിൽ കുഞ്ഞാലിക്കുട്ടി ഇപ്പോഴും പ്രതിയായിട്ടില്ലല്ലോ. അദ്ദേഹം പ്രതിയായിട്ടുണ്ടോ? ഇത് VS എന്നും ഇങ്ങനെയാണ്, ചില കേസിനെ കുത്തിപ്പൊക്കി അങ്ങനെ അദ്ദേഹം കൊണ്ടു നടക്കും. ഏതായാലും ശരി, അവരുടെ തർക്കം അവർ തീർക്കട്ടെ. ഏതായാലും ഇപ്പം എനിക്ക് തോന്നുന്നു ഒരാഴ്ചക്കകം തീരുമല്ലോ. അദ്ദേഹത്തിന് പുതിയ സ്ഥാനം കിട്ടുമ്പോഴേക്കും അദ്ദേഹം ഇതൊക്കെ അവസാനിപ്പിച്ച് അദ്ദേഹം കേരള കാസ്റ്റായിട്ട് ഇരിക്കാൻ അദ്ദേഹത്തിന് യോഗം ഉണ്ടാവട്ടെ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞങ്ങൾക്ക് ഇതിൽ ഒരു സ്റ്റാൻഡ് പണ്ടിട്ടുണ്ട്. അല്ല, ഇതിൽ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ VS അച്യുതാനന്ദൻ ഇനി എന്ത് ചെയ്യും എന്നുള്ളതല്ലല്ലോ. മറിച്ച് നോക്കൂ, ഇത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രശ്നമല്ലേ? ഇവിടെ ഹൈക്കോടതി ജഡ്ജിമാരടക്കം ബ്രൈബ് ചെയ്യപ്പെട്ടു, നമ്മുടെ എല്ലാ സംവിധാനങ്ങളും പർച്ചേസ് ചെയ്യപ്പെട്ടു എന്ന സ്ഫോടനാത്മകമായ ഒരു വിവരം അന്വേഷിക്കുന്നു. ആ അന്വേഷണത്തിൽ ഫലമൊന്നും കാണുന്നില്ല എന്ന് കണ്ടാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് CBI അന്വേഷണം തേടുന്നത്. ഇതിപ്പോൾ നിങ്ങൾ പരസ്പര സഹകരണ സംഘമായി ഇതൊന്നുമില്ല എന്ന് കരുതി അടച്ചു വെച്ചാൽ നഷ്ടം പൊതുസമൂഹത്തിനല്ലേ? എന്നിട്ട് ഇതേ ഖജനാവിലെ കോടികൾ എടുത്ത് വലിയ വക്കീലന്മാരെ കൊണ്ടുപോയി സുപ്രീം കോടതിയിൽ ഈ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പറയിപ്പിക്കുകയാണ്. പൊതുജനത്തിന് എന്തായാലും താല്പര്യമുള്ളത്? നിങ്ങൾ കുറെ ചാനലുകാർക്ക് 9 മണിക്ക് ചർച്ച ഞങ്ങളെയൊക്കെ വിളിക്കുന്ന ഒഴിച്ചാൽ എന്താ പൊതുജനത്തിന് താല്പര്യം? ഈ കേസിൽ 1-2 സ്ത്രീകൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് നിങ്ങൾ നടത്തിയല്ലേ? ഇപ്പം നേരത്തെ റജീനയുടെ സ്റ്റേറ്റ്മെന്റ് വെച്ച് ഇപ്പോഴും വന്നിരിക്കുന്നു. നിങ്ങൾക്ക് അടുത്ത സരിത കിട്ടും. അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ സ്ത്രീകൾ ഇങ്ങനെ വിളിച്ചു പറയുന്ന കാര്യം വെച്ച് 9 മണി ചർച്ചയ്ക്ക് ഞങ്ങളെയൊക്കെ വിളിക്കുന്നു എന്നൊഴിച്ചാൽ ഞാനൊരു പ്രാധാന്യം കാണുന്നില്ല. എന്ന് മാത്രമല്ല, റൌഫിന് എന്താ ക്രെഡിബിലിറ്റി ഉള്ളത്? റൌഫ് കുഞ്ഞാലിക്കുട്ടി തന്നെ ഒരിക്കലും അദ്ദേഹം പറഞ്ഞു, എന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യാവുന്നതിനെ മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം അടുത്ത വഴി ആലോചിച്ചതാണ്. അത് അവരുടെ കുടുംബക്കാര്യമാണത്. ഇതിൽ കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്താ താല്പര്യമുള്ളത്? നിങ്ങൾക്ക് ചാനലിന് 9 മണി ചർച്ച ചെയ്തോളൂ. അല്ല, ഇതിൽ 9 മണി ചർച്ചയുടെ കാര്യമല്ലല്ലോ ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ. ശരി, അങ്ങനെയാണ് എങ്കിൽ കാശുള്ള ആളുകൾ നീതി വില കൊടുത്ത് വാങ്ങിക്കൊള്ളട്ടെ. അഡ്വക്കേറ്റ് ജനറലിനെയോ പോലീസ് ഉദ്യോഗസ്ഥരെയോ ജഡ്ജിമാരെയോ തന്നെയോ കാശ് കൊടുത്ത് വാങ്ങിച്ചു കൊള്ളട്ടെ. ഇനി അതെങ്ങാനും വിഷയമായാൽ കൂടുതൽ കാശ് കൊടുത്ത് വലിയ രീതിയിൽ കേസ് നടത്തി അവരങ്ങ് രക്ഷപ്പെട്ടു പോയിക്കോട്ടെ. നമുക്കെന്താണ് പ്രശ്നം? 9 മണിക്ക് ചർച്ച നടത്താൻ ഒരു വിഷയം കിട്ടുന്നോ എന്നുള്ളത് മാത്രമാണ് എങ്കിൽ പിന്നെ പൊതുജനങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ലായിരിക്കും. ഇങ്ങനെ ആർക്കും ആരെയും പർച്ചേസ് ചെയ്യാവുന്ന ഒരു സമൂഹത്തിൽ ജീവിക്കുകയാണ് എന്ന ലജ്ജ ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ട എന്നാണോ? ഇത് ആര് പർച്ചേസ് എന്നാണ് പറയുന്നത്? ആരെ പർച്ചേസ് ചെയ്തു? ഇപ്പോഴാകെ ജനങ്ങൾക്കാകെ വിശ്വാസമുള്ളത് കോടതിയെ മാത്രമാണ്. ആ കോടതിയുടെ ക്രെഡിബിലിറ്റി പോലും കളയുന്ന രീതിയിലേക്ക് നിങ്ങളിങ്ങനെ ചാനലുകാർ കൊണ്ടുപോകുന്ന എൻ്റെ റിക്വസ്റ്റ്. താങ്കൾ കാണുന്നത്. നമുക്ക് അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. അതിനു മുൻപ് ശ്രീ ജേക്കബ് ജോർജ്, ഈ കേസിൽ VS അച്യുതാനന്ദന്റെ ഹർജിയെ പിന്തുണയ്ക്കാതിരിക്കുക, അതിനെ എതിർക്കുക എന്നുള്ള നിലപാട് സർക്കാർ സ്വീകരിക്കുമ്പോൾ അതിൻ്റെ രാഷ്ട്രീയമായ എല്ലാ റിസ്ക്കും നോക്കി തന്നെ ആയിരിക്കുമല്ലോ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അതല്ലാതെ ഒരു വക്കീൽ സുപ്രീം കോടതിയിൽ പോയി വെറുതെ ഒരു നിലപാട് പറഞ്ഞതായിരിക്കില്ലല്ലോ. PK കുഞ്ഞാലിക്കുട്ടിയെ ഈ കേസിൽ സംരക്ഷിച്ചു നിർത്താൻ അത്രമേൽ വലിയ ബാധ്യതയുണ്ട് ഇപ്പോൾ ഭരിക്കുന്ന ഭരണകൂടത്തിന് എന്ന് മനസ്സിലാക്കണോ നമ്മൾ? ഇല്ല, അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയെ അങ്ങനെ സംരക്ഷിച്ച് നിർത്തേണ്ട ബാധ്യതയൊന്നും ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിനില്ല. അങ്ങനെ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുമില്ല. അങ്ങനെ ഗവൺമെൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ KK വേണുഗോപാലിനെയൊക്കെ വെച്ച് ആ കേസ് വളരെ ശുഷ്കാന്തിയോടെ വാദിച്ചിട്ടുണ്ട് എങ്കിൽ കുഞ്ഞാലിക്കുട്ടിയെ രക്ഷിക്കുക എന്ന ഏക ഉദ്ദേശം മുൻനിർത്തി അങ്ങനെ ഗവൺമെൻറ് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ശരിയായ നടപടിയല്ല. പക്ഷേ കോടതി ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യം, ഇത്തരം കേസുകൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കരുത് എന്നുള്ള കാര്യം. VS അച്യുതാനന്ദന്റെ ഇത്തരം കേസ്, ഈ ഒരു കേസ് VS അച്യുതാനന്ദനെ സംബന്ധിച്ച് ഒറ്റപ്പെട്ട കേസല്ല. കേരളത്തെ സംബന്ധിച്ചും കേരളത്തിൽ ഉണ്ടായിട്ടുള്ള കേസുകൾ സംബന്ധിച്ചും ഇത് ഒറ്റപ്പെട്ട ആദ്യത്തേതോ അവസാനത്തേതോ ആയ കേസല്ല. ഇപ്പം പാമോലിൻ കേസ് രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഇപ്പോഴും നടക്കുന്നത്. അതേപോലെയാണ് ലാവ്ലിൻ കേസ്. ലാവ്ലിൻ കേസിൽ കഴിഞ്ഞ ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിൽ പിണറായി വിജയൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാവായിട്ട് രാഷ്ട്രീയ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്ന സമയത്താണ് തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾക്ക് മുമ്പ് ആ കേസ് പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ഉമ്മൻചാണ്ടി സർക്കാരിലെ ഒരു പ്രധാനപ്പെട്ട ലീഗൽ ഉദ്യോഗസ്ഥൻ ഹൈക്കോടതിയെ സമീപിച്ചത്. രാഷ്ട്രീയ പ്രേരിതമാണത്. ഉമ്മൻചാണ്ടി കൈമലർത്തി ഞാൻ അറിഞ്ഞതല്ല എന്ന് പറയേണ്ടി വന്നു ഉമ്മൻചാണ്ടിക്ക്. ഉമ്മൻചാണ്ടി അറിയാതെ കാര്യം നടക്കത്തില്ല എന്ന് കാര്യം ഓർക്കണം മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അതേപോലെയാണ് R. ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ VS അച്യുതാനന്ദൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊടുത്ത കേസ്.
കൊടുത്ത കേസ് അവസാനം പിള്ളയെ ജയിലിലടച്ചു. അതിൻ്റെ പ്രയോജനം രാഷ്ട്രീയ പ്രയോജനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടി VS അച്യുതാനന്ദനിലൂടെ. ഇത്തരം കേസുകൾ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് ജോസഫ് സി മാത്യു പറയുന്നു. അത് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് സുപ്രീം കോടതി ജഡ്ജി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് വലിയ പ്രസക്തിയുണ്ട് കേരളത്തിൽ. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, VS അച്യുതാനന്ദൻ തന്നെയാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയെ, സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയനെതിരെ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പിണറായി വിജയനെതിരെ കരുക്കൾ നീക്കിയത് ഈ ലാവ്ലിൻ കേസിൻ്റെ പേരിൽ. അപ്പോൾ VSന്റെ ഇത് ഒറ്റപ്പെട്ട രാഷ്ട്രീയമായ ലക്ഷ്യത്തോടു കൂടിയാണ് എന്ന് തന്നെ ചൂണ്ടിക്കാണിക്കുകയാണ് ചീഫ് ജസ്റ്റിസ് സുപ്രീം കോടതി ജഡ്ജി കാണിക്കുകയായിരുന്നു ചെയ്തത് എന്നും കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു. റൈറ്റ്. ശ്രീ ജോസഫ് സി മാത്യു, VS അച്യുതാനന്ദന് ഇനി ഈ കേസിൽ എന്തൊക്കെ സാധ്യതകളുണ്ട് എന്നുള്ളതിനേക്കാൾ ഇന്നത്തെ ദിവസം ഏറ്റവും പ്രസക്തി എന്തുകൊണ്ട് സർക്കാർ ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചു എന്നുള്ളതിനാണ്. നായനാർ സർക്കാരിൻ്റെ കാലത്ത് ഈ കേസിനോട് കാണിച്ച അതേ സമീപനം പിണറായി വിജയൻ സർക്കാരും തുടരുന്നു എന്ന് ചുരുക്കാനാകുമോ ഇതിനെ? അഭിലാഷ്, അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ പറയട്ടെ. VSന്റെ ഈ ഇത്തരം കേസുകളിൽ രാഷ്ട്രീയമുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. VSന്റെ എല്ലാ പ്രവൃത്തികളിലും രാഷ്ട്രീയമുണ്ട്, അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിലും എനിക്ക് രണ്ടഭിപ്രായമില്ല. പക്ഷേ അതൊരു തെറ്റായിട്ടുള്ള കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല. ശ്രീ ബാലകൃഷ്ണപിള്ളയുടെ കേസാണെങ്കിൽ ഒരു ഇലക്ഷന് മുമ്പല്ല, ഇതെല്ലാം 10-20 വർഷത്തിലധികം നടത്തേണ്ടി വരുന്നു ഈ കേസുകൾ എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഒരു പ്രശ്നവും കൂടിയാണ്. ഇന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് തന്നെ പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ ഈ കേസ് അവിടെ അവസാനിപ്പിക്കേണ്ടതാണ്. വിചാരണ കോടതിയെ സമീപിച്ച ശേഷം നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ വീണ്ടും ഞങ്ങളെ സമീപിക്കാം എന്ന് പറയുമ്പോൾ അത് സംബന്ധിച്ചുള്ളൊരു തീർപ്പല്ല എന്ന് ഞാൻ മുൻപ് പറഞ്ഞ കാര്യം വീണ്ടും അടിവരയിടുന്നു. മറ്റ് കേസുകളുടെ മെറിറ്റിലേക്കൊന്നും ഇപ്പം ഞാൻ പോകുന്നില്ല. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് VS അച്യുതാനന്ദൻ നടത്തുന്ന കേസല്ല, സാങ്കേതികമായിട്ടെങ്കിലും CPIM നടത്തുന്ന കേസാണ്. ഇതിൻ്റെ പണവും തീരുമാനവും ഒക്കെ എടുത്തിരിക്കുന്നത് CPIM ആണ്. അപ്പോൾ പാർട്ടി നിലപാട് അനുസരിച്ച് പാർട്ടിയാണ് സുപ്രീം കോടതിയിൽ ഇന്ന് കേസ് കൊടുത്തത്. പാർട്ടിയുടെ നിലപാടിന് വിരുദ്ധമായ ഒരു സമീപനം സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ ഒരു അഭിഭാഷകൻ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണെന്ന് പാർട്ടിയും സർക്കാരും തീർച്ചയായിട്ടും പുനഃപരിശോധിക്കേണ്ടതാണ്. എപ്പോഴും നമ്മൾ പാർട്ടി വേഴ്സസ് VS എന്നാണ് പറയുക. ഇപ്പോൾ യഥാർത്ഥത്തിൽ പറയേണ്ടത് പാർട്ടി വേഴ്സസ് ഗവൺമെൻറ് എന്നുള്ള രീതിയിലാണ് പറയേണ്ടത്, ആരാണ് ഈ തീരുമാനമെടുത്തതെങ്കിലും. യഥാർത്ഥത്തിൽ പാർട്ടിയുടെ സമീപനം ഇതുവരെ ഈ സമുന്നതരായ നേതാക്കൾ പരസ്യമായി നമ്മളോട് പറഞ്ഞതെല്ലാം നമുക്ക് മുഖവിലേക്ക് എടുക്കാമെങ്കിൽ പാർട്ടിയുടെ തീരുമാനം ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നായിരുന്നു. ആ തീരുമാനം അനുസരിച്ച് പാർട്ടിക്ക് വേണ്ടി കേസ് നടത്തിയ ആളാണ് ശ്രീ VS അച്യുതാനന്ദൻ. അതുകൊണ്ട് അതിന് വിരുദ്ധമായ ഒരു സമീപനം സർക്കാരിൻ്റെ അഭിഭാഷകനിൽ നിന്നുണ്ടാകുകയും കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ അഭിഭാഷകനായിരുന്ന ആ മുതിർന്ന അഭിഭാഷകൻ തന്നെ ഇന്ന് വീണ്ടും, അദ്ദേഹം ഒരു സീനിയർ അഭിഭാഷകനാണെന്ന് ഓർക്കണം, അല്ലാതെ ഓൺ റോൾ അങ്ങനെ തുടർന്നു വന്നതല്ല, അദ്ദേഹത്തെ ക്ഷണിച്ചു കൊണ്ടുവന്നത് വാദിക്കാൻ തീരുമാനിക്കുകയും VS രാഷ്ട്രീയ പ്രേരിതമായിട്ടാണ് ഈ നിലപാട് എടുത്തിരിക്കുന്നതെന്ന് കേരള സർക്കാരിൻ്റെ ഒപ്പീനിയനായിട്ട് കോടതിയിൽ പറയുകയും ചെയ്തത് തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടണം മൃദുവായ ഭാഷയിലാണ് താങ്കൾ പറയുന്നത്. അഡ്വക്കേറ്റ് ജയശങ്കർ, സർക്കാരിന്റെ ഏതെങ്കിലും ഒരു കൗൺസിൽ ഹാജരായി ഒരു നിലപാട് അറിയിക്കുകയല്ല ഉണ്ടായത്. സിറ്റിംഗിന് ലക്ഷങ്ങൾ വാങ്ങുന്ന ഒരു അഭിഭാഷകൻ ഈ കാര്യം സുപ്രീം കോടതിയിൽ യാതൊരു ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലാത്ത വിധം സംശയരഹിതമായി ബോധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ കാരണം യഥാർത്ഥത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ സംരക്ഷിക്കുക എന്നതാണോ, അതോ സർക്കാരിന് കൂടുതൽ താല്പര്യമുള്ള മറ്റു ചില ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണോ? അല്ല, അത് പറയുമ്പോൾ എന്തുകൊണ്ട് ഈ ഐസ്ക്രീം പാർലർ കേസ് ഈ രൂപത്തിലായിപ്പോയി നമ്മളൊന്ന് ആലോചിക്കണ്ടേ. ഈ കേസ് പുറത്തു വരുന്നത് 1997 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാൻ സർക്കാർ വക്കീലായിരിക്കുന്ന സമയത്താണ്. ഇത് ആദ്യകാലത്ത് ഞാനാണ് നോക്കിയിരുന്നത്, പിന്നെയാണ് അത് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ ഏറ്റെടുക്കുന്നത്. കല്ലട സുകുമാരൻ എന്ന് പറഞ്ഞ അന്നത്തെ പ്രഗത്ഭനായ പ്രോസിക്യൂഷൻസ് ഡയറക്ടർ ജനറൽ 12 പേജുള്ള ഒരു ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു, കുഞ്ഞാലിക്കുട്ടി എന്ത് കാരണത്താൽ പ്രതിയാക്കണം എന്ന് പറഞ്ഞു. അതിൻ്റെ മേൽ അപ്പലറ്റ് അധികാരമൊന്നുമില്ല, എങ്കിലും ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറൽ, അന്നത്തെ അഡ്വക്കേറ്റ് ജനറലായിരുന്ന ശ്രീ MK ദാമോദരൻ അത് പുനഃപരിശോധിച്ച് ഫയൽ മുഴുവൻ രണ്ടാമത് പഠിച്ച് 26 പേജുള്ള അതിഗംഭീരമായ വേറൊരു ലീഗൽ ഒപ്പീനിയൻ കൊടുത്തു, കുഞ്ഞാലിക്കുട്ടി എന്തുകൊണ്ട് പ്രതിയാക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ അത് മാത്രമല്ല, ബഹുമാനപ്പെട്ട നായനാർ അദ്ദേഹത്തിൻ്റെ എല്ലാ നിഷ്കളങ്കതയോടും കൂടി പല സ്ഥലത്തും നടന്ന് പ്രസംഗിച്ചു, ഓനെ നമ്മളാണ് രക്ഷപ്പെടുത്തിയത്, അല്ലെങ്കിൽ ഓൻ ഉണ്ട തിന്നുമായിരുന്നുള്ളൂ എന്നൊക്കെ തമാശയായിട്ട് അദ്ദേഹം പ്രസംഗിച്ചു. അങ്ങനെ എന്തുകൊണ്ട് കുഞ്ഞാലിക്കുട്ടി അന്ന് പ്രോപ്പറായിട്ട് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ഈ കേസ് എന്നേ തീർന്നു പോകുമായിരുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ, വ്യഭിചാര നിരോധന നിയമപ്രകാരം ചാർജ് ചെയ്യാവുന്ന കുറ്റമേ കുഞ്ഞാലിക്കുട്ടി ചെയ്തിട്ടുള്ളൂ, അല്ലാതെ ബലാത്സംഗമൊന്നും അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിച്ചിട്ടില്ല, ആരോപിക്കാൻ പറ്റുകയുമില്ല. പണം കൊടുത്തിട്ടാണ് അദ്ദേഹം ഈ പ്രവൃത്തികളൊക്കെ ചെയ്തിട്ടുള്ളത്. ആ നിലയ്ക്ക് ഒരു പക്ഷേ വല്ല 3 മാസവും വെറും തടവും കിട്ടാവുന്ന, അതൊന്നും കിട്ടാൻ സാധ്യതയില്ല, വെറുതെ വിട്ടു പോകേണ്ട ഒരു കേസാണ്. അത് ഇത്രയും കൊല്ലം നീണ്ടുപോയെന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഘട്ടത്തിലും
ഇദ്ദേഹം കണ്ടമാനം പണം ഈ സ്ത്രീകൾക്ക് കൊടുത്തു, കണ്ടമാനം പണം പോലീസുകാർക്ക് കൊടുത്തു, കണ്ടമാനം പണം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊടുത്തു, പ്രോസിക്യൂട്ടർമാർക്ക് കൊടുത്തു, ജഡ്ജിമാർക്ക് കൊടുത്തു. അങ്ങനെ കോടാനുകോടി രൂപ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി ഈ കേസിന് വേണ്ടി ചെലവഴിച്ചു. അദ്ദേഹത്തിന് കിട്ടിയ ഒരു തെറ്റായ നിയമോപദേശം കൊണ്ട് പറ്റിയതായിരിക്കും. അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ ഒരു ആരോപണം ഉണ്ടായാൽ അതെങ്ങനെ ഫേസ് ചെയ്യും എന്ന മനപ്രയാസം കൊണ്ടായിരിക്കും. പക്ഷേ അദ്ദേഹം അനുഭവിച്ച ഭയാനകമായ പീഡനം എന്ന് ആലോചിച്ചു. അദ്ദേഹത്തിനെതിരെ പിന്നെ റജീന വരുന്നു, ഇന്ത്യ വിഷനിലുള്ള വെളിപ്പെടുത്തലുണ്ടാകുന്നു, പൊതുസമൂഹത്തിൽ വലിയ പ്രശ്നം ഉണ്ടാകുന്നു. ജേക്കബ് ജോർജിനൊക്കെ ഓർമ്മയുണ്ടാവും, പത്രക്കാരെ പോലീസ് തല്ലുന്നു, പത്രക്കാർ കറുത്ത കൊടി വലിച്ചെറിഞ്ഞു, കുഞ്ഞാലിക്കുട്ടിയുടെ കൃത്യം നിർഗന്ധലയിൽ വന്ന് വീഴുന്നു. എന്തൊക്കെ പുകിലായി പുക്കാറായി, കുഞ്ഞാലിക്കുട്ടി അപമാനിതനായി പഴുപ്പുള്ള ചക്ക കായകോത്തുന്ന പോലെ രാജിവെച്ച് പോകുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം പിന്നെ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോക്കുന്നു. അതൊക്കെ ഭയങ്കരമല്ലേ? കുറ്റിപ്പുറം മണ്ഡലത്തിൽ അന്നേ ദിവസം വരെ ഇന്നേ ദിവസം വരെയും ലീഗ് അല്ലാതെ ഒരു പാർട്ടി ജയിച്ചിട്ടില്ല. മാർക്സിസ്റ്റ് പാർട്ടിയും CPM കൂടി ഒരുമിച്ച് നിന്ന് CPM കോൺഗ്രസ് കൂടി യോജിച്ച് നിന്നാൽ പോലും മുസ്ലിം ലീഗിൻ്റെ അത്ര വോട്ടില്ലാത്ത സ്ഥലമാണ്. അവിടെ കുഞ്ഞാലിക്കുട്ടിയും മലന്നടിച്ച് വീഴുന്നു. അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ടായി. അദ്ദേഹം ഇതൊക്കെ വലിയ വലിയ വില പണമായിട്ടും മറ്റു വിധത്തിലൊക്കെ കൊടുക്കേണ്ടി വന്നതാണ്. മാനഹാനി, ധനനഷ്ടം ഒക്കെ അനുഭവിച്ചു. പക്ഷേ ഇതിൽ പ്രശ്നം ഇതാണ്, അദ്ദേഹം ഓരോ ഘട്ടത്തിലും തെറ്റായ നിലപാടാണ് സ്വീകരിച്ചത്. അദ്ദേഹം എതിർ പാർട്ടിക്കാർക്ക് പൈസ കൊടുക്കുന്നു, സ്വന്തം പാർട്ടിക്കാർക്ക് പൈസ കൊടുക്കുന്നു, കോൺഗ്രസ്സുകാർക്ക് പൈസ കൊടുക്കുന്നു. ഈ പൈസ ഇങ്ങനെ പൊലിക്കിയാൽ അങ്ങനെയാണ് ഈ കേസ് ഇന്നിപ്പോൾ കാണാവുന്ന രീതിയിൽ വാലെവിടെയാണ് തല എവിടെയാണെന്ന് അറിയാൻ പാടാത്ത ഒരവസ്ഥയിൽ എത്തിച്ചേർന്നത്. ഒരുപാട് നിയമപ്രശ്നങ്ങൾ ഇതിനകത്തുണ്ടായി. പല ജഡ്ജിമാരെക്കുറിച്ച് ആരോപണമുണ്ടായി. ഞാനൊരു ചെറിയ സംഭവം പറയാം. ഇതിൻ്റെ കേസ്, ഐസ്ക്രീമിൻ്റെ കേസ് വാദിക്കുന്ന സമയത്ത് അജിത ഈ കേസുമായിട്ട് കുത്തിപ്പൊക്കി ഒരുപാട് നടന്ന ആളാണ് VS മുമ്പ്. അന്ന് അജിതയുടെ ഹർജി വാദിച്ചിരുന്ന ഭദ്രകുമാരി എന്ന് പറഞ്ഞൊരു അഭിഭാഷകയാണ്. ഒരു ഘട്ടത്തിൽ ഭദ്രകുമാരിക്ക് തോന്നി ജസ്റ്റിസ് തങ്കപ്പൻ്റെ കോടതിയിൽ ഈ കേസ് വാദിച്ചാൽ ശരിയാവുകയില്ല, തങ്കപ്പൻ്റെ കോടതിയിൽ നിന്ന് മാറ്റി കിട്ടാൻ വേണ്ടി അവർ ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി കൊടുത്തു, ഈ കോടതിയിൽ വേറെ കോടതിയിലേക്ക് മാറ്റണം. ബഹുമാനപ്പെട്ട ജസ്റ്റിസ് തങ്കപ്പൻ അജിതയ്ക്കെതിരായിട്ടും അജിതയുടെ അഭിഭാഷകയായ ഭദ്രകുമാരിക്കെതിരായിട്ടും കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാൻ തീരുമാനിച്ചു. എന്തായിരുന്നു അതിൻ്റെയൊക്കെ ചെയ്ത വികാരം? അങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ കോടതി മാറ്റാൻ ഹർജി കൊടുക്കുന്നതിൻ്റെ പേരിൽ? എന്നിട്ട് ഞാൻ എറണാകുളത്ത് പത്രസമ്മേളനം നടത്തിയതാണ്. ജസ്റ്റിസ് തങ്കപ്പൻ്റെ നടപടി തികച്ച് തെറ്റാണ്, അഭിഭാഷകർക്ക് ഈ നിലയ്ക്ക് സ്വന്തം ജോലി ചെയ്യാൻ പറ്റുകയില്ല, ഞങ്ങളെപ്പോലുള്ളവർക്ക് ഈ വയറ്റിപ്പഴമ്പ് കൂട്ടിപ്പോകും, കാരണം കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കാൻ ചെയ്യും. ഇവിടെ കേട്ടിട്ടുണ്ട് എന്താ ഇതിൻ്റെയൊക്കെ ഉള്ളടക്കം. പിന്നെയല്ലേ പുറത്തു വന്നത്. ഈ റൌഫ് എന്ന് പറഞ്ഞ ആൾ ക്രിമിനലാണോ അല്ലോ എന്നുള്ളത് വേറെ കാര്യമാണ്. പക്ഷേ റൌഫ് എന്തൊക്കെ രേഖകൾ ഹാജരാക്കി, ഈ സ്ത്രീകളോട് മൊഴി മാറ്റണം എന്ന് പറഞ്ഞ് ആ മുദ്രപത്രത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ആ മുദ്രപത്രം റൌഫ് അതിലും വലിയ വിരുദ്ധനാണ്. റൌഫ് എന്ന് വെച്ചാൽ കളർ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് കുഞ്ഞാലിക്കുട്ടി കൊടുത്തു, ഒറിജിനൽ അദ്ദേഹം കയ്യിൽ വെച്ചു. കുഞ്ഞാലിക്കുട്ടിക്ക് ഇത് ഉറച്ചു നോക്കാൻ സമയം കിട്ടില്ല. രാജ്യം ഭരിക്കുന്ന വ്യഗ്രതക്കിടയിൽ ഇത് കളർ ഫോട്ടോസ്റ്റാറ്റാണോ ഒറിജിനലാണോ എന്ന് അറിയാൻ പറ്റില്ല. റൌഫ് പിൽക്കാലത്ത് ഇവർ തമ്മിൽ തെറ്റിപ്പോൾ ഇതൊക്കെ പുറത്തു കൊടുത്തു. നമ്മൾ ഈ പറഞ്ഞല്ലോ, ഈ പ്രമുഖ അഭിഭാഷകൻ MK ദാമോദരന് 1.5 കോടി രൂപ കൊടുത്തതിൻ്റെ കൗണ്ടർ ഫോയിൽ റൌഫിൻ്റെ കയ്യിലാണ്. കാരണം റൌഫാണ് ഇത് ബാങ്കിൽ കൊണ്ട് ഡെപ്പോസിറ്റ് ചെയ്തത് MG റോഡ് ബ്രാഞ്ചിൽ സ്റ്റേറ്റ് ബാങ്കിൻ്റെ. അത് ദാമോദരൻ്റെ പേരിലല്ല അടച്ചത്, ദാമോദരൻ്റെ അക്വാ ഫാം ഉണ്ടായിരുന്നു, മലബാർ അക്വാ ഫാമിൻ്റെ പേരിൽ അടച്ചത്. ഇതൊക്കെ പിന്നീട് പുറത്തു വന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ കൗണ്ടർ ഫോയിൽ റൌഫിൻ്റെ കയ്യിലുണ്ട്. റൌഫ് അത് ഹാജരാക്കി. കാരണം റൌഫ് എന്തെങ്കിലും ഒരിക്കൽ കുഞ്ഞാലിക്കുട്ടിയായിട്ട് തെറ്റിയാവുകയുള്ള കുഴപ്പത്തിലാക്കണമെന്ന് അന്നേ തീരുമാനിച്ചിരുന്നു. അങ്ങനെ ഒരു കോ ബ്രദർ ഉണ്ടായി പോയത് കുഞ്ഞാലിക്കുട്ടി ഒരു നിർഭാഗ്യമാണ്. നമുക്ക് വല്ലതും ചെയ്യാൻ പറ്റും. ഇതൊക്കെ മനുഷ്യൻ്റെ തലയിലെഴുത്തെന്ന് പറഞ്ഞാൽ തലയിലെടുത്ത് തലോടിയാൽ പോകുമോ? താൻ അമർത്തി ചരച്ചാൽ തലയിലെടുത്ത് പോവുകയില്ല. ഇത് സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ സഹതപിക്കുകയും ചെയ്യേണ്ട കുഞ്ഞാലിക്കുട്ടിയോട്. ഞാൻ പറഞ്ഞത് നിയമപരമായ പ്രശ്നങ്ങളും ഗുരുതരമായ മറ്റ് ഭവിഷ്യത്തുകളും നീതിന്യായ വ്യവസ്ഥ അട്ടിമറിച്ചു പോലെയുള്ള ദാർശനിക സമസ്യകളൊക്കെ ഉണ്ടെങ്കിൽ പോലും എത്രയോ ആളുകളുടെ ചൂഷണത്തിന് ഈ മനുഷ്യൻ വിധേയനായി. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വ്യഭിചാര കേസിൽപ്പെട്ട ഒരാൾ ഇത്രയധികം പണം ചെലവഴിക്കുക, ഇത്രയധികം മാനഹാനി അനുഭവിക്കുക, ഇത്ര സ്ഥാനഭ്രംശം, ഇതൊക്കെ അനുഭവിച്ചത് കുഞ്ഞാലിക്കുട്ടി മാത്രമേ ഉള്ളൂ. ഇതേ ജേക്കബ് ജോർജിനെ അറിയാം. എത്രയോ നേതാക്കന്മാർ ഇവിടെ വളരെ ഗംഭീരമായിട്ട് വ്യഭിചാരം നടത്തി മനോഹരമായിട്ട് ജീവിക്കുന്നത് വല്ല ആരോപണം ഉണ്ടായിട്ടുണ്ടോ? ഇനി ആരോപണം ഉണ്ടായാൽ തന്നെ അത് പത്രത്തിൽ പോലും വരികയില്ല. ഇവിടെ കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞ ആൾ ഇത് കൈകാര്യം ചെയ്തതിൻ്റെ കുഴപ്പം കൊണ്ടോ അദ്ദേഹത്തിന് ഉപദേശകരുടെ ബുദ്ധി വൈഭവം കൊണ്ടോ അല്ലെങ്കിൽ കഷ്ടകാലം കൊണ്ടോ ചിലപ്പോൾ അതിനായിരിക്കും സാധ്യത. ശനിയുടെ അപഹാരത്തിൽ പെട്ടുപോയതാണ് അദ്ദേഹം. 20 കൊല്ലം 19 കൊല്ലാണ് ശരി ദശ. ഇവിടെ 20 കൊല്ലമായി ഇപ്പോഴും പ്രശ്നം തീർന്നിട്ടില്ല. ശരി, അതാണ് താങ്കൾ കാണുന്നത്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ഈ ആരോപണത്തിൻ്റെ പേരിൽ ഒരു പൊതുപ്രവർത്തകൻ എത്രയൊക്കെ അനുഭവിച്ചു എന്നതിനപ്പുറത്ത് നമ്മുടെ ഓരോരോ സംവിധാനങ്ങളെ, രാഷ്ട്രീയ സംവിധാനങ്ങളെ ആകട്ടെ, നിയമ സംവിധാനങ്ങളെ ആകട്ടെ, പണം കൊടുത്ത് സ്വാധീനിക്കുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി സ്വാധീനിക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ ആരോപിതമായിരിക്കുന്നത്. ആദ്യം കേസ് അന്വേഷിച്ച നീര റാവത്ത് മുതൽ അങ്ങോട്ട് ഈ കേസിൻ്റെ ഒരു നാൾ വഴി പരിശോധിച്ചാൽ സംഭവിച്ചിട്ടുള്ളതൊക്കെ ഇപ്പോൾ കേരളത്തിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളുമാണല്ലോ. ഇവിടെ റൌഫ് എന്ന വ്യക്തിയുടെ ക്രെഡിബിലിറ്റി എന്തുമാകട്ടെ, അദ്ദേഹം ഹാജരാക്കുന്ന തെളിവുകളും അതിനെ ശരിവെക്കാൻ കഴിയുന്ന സാക്ഷികളും ഒരു വസ്തുതയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ പോലീസ് സംവിധാനത്തിന്, സർക്കാരുകൾക്ക് ഇക്കാര്യത്തിൻ്റെ വസ്തുത യഥാവണ്ണം പുറത്തു കൊണ്ടുവരാൻ കഴിയാത്തത്? കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്താണല്ലോ ഈ അട്ടിമറി കേസ് അന്വേഷിക്കപ്പെട്ടത്. എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു, പക്ഷേ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾക്കെതിരെ തെളിവില്ല എന്നൊരു റിപ്പോർട്ടിലേക്ക് ഒടുവിൽ അന്വേഷണ സംഘം എത്തുകയാണ്. ഇങ്ങനെയൊക്കെ മതിയോ നമ്മുടെ നാട്ടിൽ?
ഇതെന്ത് പറഞ്ഞാൽ ഇത് ഇപ്പം കേട്ടിട്ട് ഒന്നും നമ്മുടെ നാട്ടിൽ ശരിയല്ലെന്നാണ്. ഒരു അഭിഭാഷകനാണ് എൻ്റെ സുഹൃത്തായ ജയശങ്കർ. അങ്ങ് തന്നെ ഈ ടി വി കയറുന്നത് പറയണം, ഈ 9 മണിക്ക് നമ്മുടെ ജഡ്ജിമാർ കോടികൾ വാങ്ങിയത്. ഞാൻ പറഞ്ഞ ആകെയുള്ള ഒരു ലാസ്റ്റ് ഹോപ്പ് നമ്മുടെ കോടതിയാണ്. ആ കോടതിയിലെ ജഡ്ജിമാർ തന്നെ കോടികൾ വാങ്ങി കേസ് ഒതുക്കുന്നു എന്ന് എൻ്റെ ഒരു അഭിഭാഷക സുഹൃത്ത് പറയുന്നത് കേട്ടാൽ എനിക്ക് അത്ഭുതം തോന്നുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, ഇത് പല ഈ അന്വേഷണ സംഘമല്ലേ തീരുമാനിക്കേണ്ടത്? അല്ലാതെ നമ്മൾ ചാനലിൽ ചർച്ച ചെയ്യുന്നവരും ചാനലുമാണോ തീരുമാനിക്കുക ഇന്നതാണ് തെളിവെന്നുള്ളത്? ഏത് അന്വേഷണത്തിലും നിയമസാധുതയില്ലേ? നിയമത്തിൻ്റെ ബലത്തിലല്ലേ അവർ അന്വേഷിക്കുന്നത്? അവർ റിപ്പോർട്ട് നിയമത്തിൻ്റെ ബലത്തിലല്ലേ? അത് സ്ക്രൂട്ടിനി ചെയ്യേണ്ട കോടതിയല്ലേ? ഇത് ഒന്നും ശരിയല്ല. നമ്മൾ ടി വിയിൽ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്നുള്ള ഇതിലേക്ക് ചർച്ച പോയാൽ ഇത് എങ്ങും തീരില്ല. പിന്നെ ഇതിൻ്റെ അകത്ത് ശരിയാണ് ശ്രീ ജയശങ്കർ പറഞ്ഞത്, കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന വ്യക്തിക്കുണ്ടായ മാനഹാനിയും അദ്ദേഹത്തിൻ്റെ മാനസിക സംഘർഷവും അദ്ദേഹം തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇസ്ലാം മത വിശ്വാസികളുണ്ട് ഞാൻ ആത്മഹത്യക്ക് ആലോചിക്കാൻ അദ്ദേഹം പറയേണ്ടി വന്നു. അപ്പം ഇത് പിന്നെ VSന്റെ കാര്യം എന്താ? VSന് എന്തെങ്കിലും കേസ് വേണമെങ്കിൽ നടക്കണം. അവർ പാർട്ടി തന്നെ പുറത്തു മുട്ടിയിട്ടില്ലേ? പിന്നെ ചോദിക്കട്ടെ, VSന് എവിടെ നിന്നാണ് ഈ കാശ്? അവസാനം പിന്നെ ശ്രീ പിണറായി തന്നെ ഒന്ന് സഹായിച്ചാണ് ഇദ്ദേഹത്തെ. ഞങ്ങൾ കാശ് ഒരു പാർട്ടി പൈസ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് എവിടെ നിന്ന് കാശ് കിട്ടുന്നത് ലക്ഷങ്ങൾ മുടക്കാൻ? മാർക്സ് പാർട്ടി അതിന് പൈസ കൊടുത്തിട്ടില്ല. അദ്ദേഹത്തെ ഒന്ന് സഹായിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത് ഞങ്ങൾ പാർട്ടി നടത്തിയെന്ന് പറഞ്ഞത്. VS കഴിഞ്ഞ കുറെ കൊല്ലമായി നടത്തുന്ന കേസുകൾക്ക് എത്ര ലക്ഷം ചെലവ് എവിടെ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന് കാശ്? അദ്ദേഹം വലിയ ബില്യണറാണോ ഇങ്ങനെ കേസ് നടത്താൻ? അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് വിരോധമുള്ളവരെ മുഴുവൻ അദ്ദേഹം ഇതുപോലെ ഭീഷണിപ്പെടുത്ത ശരി, അതാണ് താങ്കളുടെ ആരോപണം. അതിന് ശ്രീ ജോസഫ് സി മാത്യുവിന് ഒരു വാദം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, ശ്രീ ജോസഫ് സി മാത്യു വ്യക്തിപരമായി വൈരനിര്യാതനം നടത്തുകയാണ്. അതിന്റെ ഫണ്ട് എവിടെ നിന്ന് VS അച്യുതാനന്ദന് കിട്ടുന്നു എന്നുള്ള ചോദ്യം. രണ്ടാമത്തെ പ്രശ്നം, അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ രൂപം കൊടുത്ത അന്വേഷണ സംഘമാണ് ഈ അട്ടിമറി കേസ് അന്വേഷിച്ചത്. ഇന്ത്യ വിഷൻ തെളിവുകൾ കൈമാറിയത് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ്. ആ തെളിവുകൾ സ്വാഭാവികമായും അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുണ്ടാകും. ആ തെളിവുകൾ പരിശോധിച്ചാണ് അന്വേഷണ സംഘം കൂടുതൽ നിഗമനങ്ങളിലേക്കും എത്തിയിട്ടുള്ളത്. അതാണ് എങ്കിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുമായിരുന്നു താനും. എന്നിട്ടും പോലീസിനെ സംബന്ധിച്ച് PK കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തെളിവ് കണ്ടെത്താൻ സാധിക്കുന്നില്ല എങ്കിൽ അതിൽ വസ്തുതയില്ല എന്നായിരിക്കുമല്ലോ. അതല്ലാതെ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത് വീണ്ടും വീണ്ടും അട്ടിമറിക്കപ്പെടുക എന്നുള്ളത് എങ്ങനെയാണ് സാധിക്കുക? അഭിലാഷ്, ഈ VS അച്യുതാനന്ദൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കേസ് ശ്രീ PK കുഞ്ഞാലിക്കുട്ടിക്ക് എതിരായ കേസാണെന്ന് നമ്മളങ്ങ് സിംപ്ലിഫൈ ചെയ്യുന്നതാണ്. അങ്ങനെയല്ല. നിങ്ങൾ തന്നെ ആരംഭിച്ചപ്പോൾ പറഞ്ഞതുപോലെ നേരത്തെ അഡ്വക്കേറ്റ് ജയശങ്കർ വിശദീകരിച്ച കേസ് എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്ന് ആ കേസിൽ കൂട്ടുപ്രതിയായിരിക്കുന്ന ഒരാൾ വെളിപ്പെടുത്തുന്നു. അദ്ദേഹം പ്രതിയാണ്, അല്ലാതെ അദ്ദേഹത്തിൻ്റെ വാദം എടുത്തുകൊണ്ട് VS മുന്നോട്ട് പോവുകയല്ല ചെയ്തത്. റൌഫും കൂടി പ്രതിയായൊരു കേസാണ് VS നടത്തുന്നത്. അതിൽ ഈ പറഞ്ഞ ന്യായാധിപന്മാരും അഭിഭാഷകരും പലരുൾപ്പെടെയുള്ള ഇതിൽ ഒരു നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെ പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ള വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കേസാണ് VS നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുൻപുള്ള ഐസ്ക്രീം പാർലർ കേസിൽ നിന്ന് വ്യത്യസ്തമാണ്. രണ്ട്, അന്വേഷണ ഏജൻസി അന്വേഷിക്കുമ്പോൾ തന്നെ രാഷ്ട്രീയ മാറ്റം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് CBI അന്വേഷണം വേണമെന്ന് പറഞ്ഞ് VS കോടതിയെ സമീപിച്ചത്. അത് ശരിയാണ്, VS ഏർപ്പെടുത്തിയ അതേ ഉദ്യോഗസ്ഥരായിരുന്നുവെങ്കിലും ഭരണ നേതൃത്വത്തിൽ മാറ്റം ഉണ്ടായിരുന്നു ആ ഘട്ടത്തിൽ. അതുകൊണ്ടും കൂടിയാണ് കോടതി അത് പരാമർശിച്ചിരുന്നു. അതേ അന്വേഷണ ഉദ്യോഗസ്ഥരാണെന്നുള്ളത് സർക്കാർ കോടതിയെ ബോധ്യപ്പെടുത്തിയിരുന്നു. പക്ഷേ കോടതിയുടെ മോണിറ്ററിംഗിൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് ജസ്റ്റിസ് ചെല്ലമേശ്വർ പറഞ്ഞത്. പക്ഷേ അദ്ദേഹം മാറി ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ വന്നതോടുകൂടി മോണിറ്ററിംഗ് ഏതാണ്ട് അവിടെ അവസാനിച്ചു. എന്ന് മാത്രമല്ല, ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിച്ച ഹൈക്കോടതി അത് ഒരു ഓർഡറിൻ്റെ പിൻബലമില്ലാതെ എങ്ങനെയാണ് തിരിച്ച് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിക്ക് കൊടുത്തതെന്നുള്ളത് അത് ശരിയാണോ എന്നുള്ളത് അഡ്വക്കേറ്റ് ജയശങ്കറിന് എന്നെക്കാൾ കൂടുതൽ വ്യക്തമായി പറയാനുണ്ടാവും. അതുകൊണ്ട് ഞാനത് അവിടെ വിടുന്നു. പക്ഷേ ഇങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സ് നടന്നത്. ഇത് വീണ്ടും നമ്മൾ നടത്തിയ ഒരു അന്വേഷണം പോലും സബോട്ടേജ് ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു പോയിന്റ്. അതാണ് ഇന്ന് സുപ്രീം കോടതിയിൽ VSന്റെ അഭിഭാഷകൻ ഉന്നയിക്കാൻ ശ്രമിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. ഈ അന്വേഷണ ഏജൻസി പൂർണ്ണമായ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കുകയല്ല ചെയ്തിട്ടുള്ളത്. കോടതിയിലെ മൊഴി മാറ്റാൻ വേണ്ടി ട്യൂട്ടറിങ് നടന്നു എന്ന അന്വേഷണ ഏജൻസി ക്ലോഷർ റിപ്പോർട്ടിൽ പറയുന്നു. പക്ഷേ അതിൽ പ്രതികളായവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വിധിന്യായത്തിന്റെ പകർപ്പ് മുൻകൂട്ടി എഴുതി തയ്യാറാക്കിയതിന്റെ സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയുന്നു. പക്ഷേ അത് ആരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല.
ഇനി ഇന്ത്യ വിഷൻ, എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അഭിലാഷ് അന്ന് ഇന്ത്യ വിഷനിലാണ്. ഇന്ത്യ വിഷൻ തയ്യാറാക്കി നൽകിയ ആ ക്ലിപ്പിംഗ്സിൻ്റെ ഓതൻറ്റിസിറ്റി പരിശോധിക്കാൻ ലാബിൽ സമർപ്പിച്ചിട്ട് ദ റിസൾട്ട്സ് ആർ എവൈറ്റഡ് എന്ന് ഫൈനൽ റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഫൈനൽ റിപ്പോർട്ടിൽ എവൈറ്റ് ചെയ്യുന്ന ഒരു സാധനം ഇനി എവിടെ വെളിപ്പെടും? അപ്പോൾ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻ മാർക്കുകൾ കിടക്കുന്ന ഒരു ക്ലോഷർ റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. അത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞ പോലെ വിചാരണ കോടതിയിലും VS ചൂണ്ടിക്കാട്ടാവുന്നതാണ്. പക്ഷേ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി അന്വേഷിച്ചാലല്ലേ പ്രതിസ്ഥാനത്തുള്ളവരെ കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഞാൻ ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ നമ്മൾ കോടതിയാണ് ലാസ്റ്റ് റിസോർട്ട് എന്ന് തന്നെ പ്രത്യേകിച്ച് ശ്രീ ഡൊമിനിക് പ്രസന്റേഷനെ പോലുള്ള രാഷ്ട്രീയ നേതാക്കൾ പറയുന്നത് വളരെ നിരാശാജനകമാണ്. അങ്ങനെയല്ല, അത് എല്ലാം ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി തീരുമാനിക്കട്ടെന്നുമല്ല. പൊളിറ്റിക്കൽ പ്രോസസ്സിന് തീർച്ചയായിട്ടും ഒരു സ്പേസ് ഉണ്ട്. അവിടെ എടുക്കേണ്ട നിലപാടുകൾ എടുക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ VSന്റെ പോരാട്ടങ്ങളെയെല്ലാം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊച്ചാക്കുകയും ഇത് വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണെന്നൊക്കെ പറയുകയും ഒക്കെ ചെയ്യാം. പക്ഷേ നടത്തിയ പോരാട്ടങ്ങൾ എന്തിനു വേണ്ടിയാണെന്നും ഏത് ആവശ്യത്തിന് വേണ്ടിയാണെന്നുള്ളതും നമ്മൾ വ്യക്തമായി നമ്മൾ പരിശോധിക്കുമ്പോൾ അത് കുറച്ചുകൂടെ ക്ലാരിറ്റി വരും എന്നാണ് ഞാൻ. ശരി ആവട്ടെ. ശ്രീ ജേക്കബ് ജോർജ്, ഒന്ന് ആലോചിച്ചാൽ അത്ഭുതമാണ്. ഈ കേസ് ഏതൊക്കെ വഴികളിലൂടെയാണ് കടന്നുപോയത് എന്നാലോചിക്കുമ്പോൾ ആദ്യം അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥയ്ക്ക് ഉണ്ടാകുന്ന അനുഭവം മുതൽ ഇങ്ങോട്ട് മജിസ്ട്രേറ്റ് കോടതി തലം മുതൽ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും വരെ മറിമായങ്ങൾ നടക്കുകയാണ്. അതൊക്കെ പണം കൊടുത്ത് ഓപ്പറേറ്റ് ചെയ്യിച്ചതാണ് എന്ന് റൌഫ് വെറുതെ ഒരു വെളിപാട് പോലെ പറയുന്നതല്ല. അത് ശരിവെക്കുന്ന മൊഴികൾ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. അതല്ലാതെ സ്വതന്ത്രമായി മാധ്യമങ്ങൾ നടത്തിയ അന്വേഷണത്തിലും അത് ശരിവെക്കുന്ന മൊഴികളും അതിൻ്റെ രേഖകളും കിട്ടിയിട്ടുണ്ട് സംശയരഹിതമായി. ഇതൊക്കെ കഴിഞ്ഞ് അട്ടിമറി എന്ന സംഭവം അന്വേഷിച്ചത് പോലും അട്ടിമറിക്കപ്പെട്ടു എന്നാണ് എങ്കിൽ നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് തന്നെ എന്തോ കുഴപ്പമുണ്ട് എന്ന് ഇത് കാണുന്ന ആളുകൾ ചിന്തിച്ചു പോകില്ലേ? അഭിലാഷേ, അതൊക്കെ ശരിയാണ്, ഞാനും സമ്മതിക്കുന്നു. അട്ടിമറി നടന്നിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കണം. പക്ഷേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറൊരു ധാരയിലേക്കാണ് നമ്മുടെ ഈ ചർച്ച പോകുന്നത്. ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു പറഞ്ഞു, BS അച്യുതാനന്ദൻ കൊടുത്ത കേസ് അദ്ദേഹം നേരത്തെ പറഞ്ഞത് CPM-ന് വേണ്ടിയാണ് കൊടുത്തത്. എനിക്ക് തോന്നുന്നു പാർട്ടിക്ക് CPM-ന് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. R ബാലകൃഷ്ണപിള്ളയ്ക്കെതിരെ കേസ് കൊടുത്തതും BS സ്വന്തം നിലയ്ക്ക് തന്നെയാണ്. അതിനകത്ത് അദ്ദേഹത്തിന് രാഷ്ട്രീയ നേട്ടം ഉണ്ടായിരുന്നു. അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹത്തിന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ള ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ ഒരു താല്പര്യം മുൻനിർത്തിയാണ് അതിന്റെ ഫലം തെരഞ്ഞെടുപ്പിൽ കണ്ടു. കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായിട്ട് ഒരു മുസ്ലിം ലീഗിന്റെ ഒരു കൺസോളിഡേഷൻ ഉണ്ടായി. 20 സീറ്റുമായിട്ട് ലീഗ് ഇവിടെ അസംബ്ലിയിലേക്ക് വന്നപ്പോൾ UDF-ന് വൻ തകർച്ച നേരിട്ടു. അതിന് കാരണം BS-ന്റെ നീക്കങ്ങൾ തന്നെയാണ്. BS തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്ന എന്റെ സമരങ്ങൾ, എന്റെ കേസുകൾ എന്ന് തന്നെയാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ ബഹുമാനപ്പെട്ട ജോസഫ് സി മാത്യു, അങ്ങനെയാണെങ്കിൽ ഈ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ BS പിണറായി വിജയനെതിരെ നടത്തിയ നീക്കങ്ങളോ പാർട്ടിക്ക് വേണ്ടിയായിരുന്നു നടത്തിയത്? അത് വ്യക്തിപരമായ അറ്റാക്ക് ആയിരുന്നില്ലേ? നീക്കത്തെക്കുറിച്ച് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമല്ലേ ഇതൊക്കെ? ഞാൻ പറയാം, നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങളല്ലേ. അപ്പം അല്ല, ഞാൻ പറഞ്ഞു വന്നത് പിന്നീട് ഇപ്പൊ ജയശങ്കർ പറഞ്ഞതിന്റെ ബാക്കി കുറച്ചും കൂടെ ഞാൻ പറയാം. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ വക്കാലത്തൊന്നും പറയല്ല, ഇതിന്റെ അകത്തെ ശിക്ഷ പരമാവധി കിട്ടാവുന്ന അധിക ശിക്ഷ അനുഭവിച്ചു കഴിഞ്ഞു. അന്ന് ഞങ്ങൾ പത്രക്കാരെല്ലാം കൂടെ അദ്ദേഹത്തെ കരിങ്കുടി കാണിക്കുകയും വളരെയധികം UDF-നെ തന്നെ പ്രതിക്കൊണ്ട് നിർത്തുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യം, അന്ന് അദ്ദേഹം മന്ത്രിസ്ഥാനം രാജിവെച്ചു. പാർട്ടി ശക്തനായ ലീഗിന്റെ ശക്തനായ നേതാവായിരുന്നു, ജനറൽ സെക്രട്ടറി ആയിരുന്നു. ആ സ്ഥാനം രാജിവെച്ചു. കുറ്റിപ്പുറത്ത് പരാജയപ്പെട്ടു. 5 വർഷം പോയി. പിന്നീട് വീണ്ടും അദ്ദേഹം പച്ച പിടിച്ച് വരികയാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ നിയമപരമായിട്ട് ശിക്ഷ ധാർമ്മികമായി ഏറ്റുവാങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ കാശ് വാങ്ങി മടിയിൽ വെച്ച ബാക്കിയുള്ള ആളുകൾക്കോ എന്നുള്ളതാണ് അതിലെ വലിയൊരു പ്രശ്നം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇക്കാര്യത്തിൽ തെളിവുകളില്ല എന്ന നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിയത് എന്ന് തോന്നുന്നു. അതിന്റെ അന്തിമ അങ്ങനെയല്ല. അത് ഇവിടെ ജോസഫ് സി മാത്യു പറഞ്ഞത് ക്ലാരിഫൈ ക്ലിയർ ആയില്ല. സത്യത്തിൽ എന്താണെന്ന് അറിയോ, ഇത് പോലീസുകാർ പ്രോപ്പറായിട്ട് തന്നെ അന്വേഷിച്ചു. കാരണം അത്രയും പ്രബലവും അനിഷേധ്യവുമായ തെളിവുകൾ, രേഖാമൂലവും അതുപോലെ വാക്കാലുമുള്ള തെളിവുകൾ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ മുദ്രപത്രത്തിൽ സ്ത്രീകളുടെ നിന്ന് എഴുതി മേടിച്ചിട്ടുണ്ട്. റജീന, റജുല, ബിന്ദു, റോസ്ലി എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളുടെ അടുത്ത് എഴുതി മേടിച്ചേക്കാണ്. ഞങ്ങൾ കോടതിയിൽ പോയിട്ട് മൊഴി മാറ്റി പറഞ്ഞേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ രേഖാമൂലം എഴുതി മേടിക്കുന്നതിൻ്റെ തെറ്റാണ്. അതിന് നിയമപരമായി യാതൊരു സാധ്യതയില്ല. പക്ഷേ ഈ പാവങ്ങളാണല്ലോ, ഇവർക്ക് പൈസ കൊടുത്തിട്ട് ഇവരെന്ന് എഴുതി മേടിക്കുകയാണ്. മുദ്രപത്രത്തിൽ എഴുതി തന്നിട്ടില്ല, അതിനെതിരായിട്ട് കോടതിയിൽ മൊഴി കൊടുക്കാൻ പറ്റുകയില്ല എന്ന് ഇവരെ പറഞ്ഞ് പറ്റിച്ചിട്ടാണ് എഴുതി മേടിക്കുന്നത്. അല്ലാതെ മുദ്രപത്രത്തിൽ എഴുതി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതിയിൽ മാറ്റി പറയുന്നതിന് ഒരു അർത്ഥമില്ല. ഇതിൻ്റെ കളർ ഫോട്ടോസ്റ്റാറ്റ് കുഞ്ഞാലിക്കുട്ടി കൊടുത്തിട്ട് ഒറിജിനൽ റൌഫ് കയ്യിൽ വയ്ക്കുകയാണ്. അപ്പോൾ ഒറിജിനൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, മുദ്രപത്രത്തിൽ എഴുതിയതിൻ്റെ ഒറിജിനലുണ്ട്. അത് അന്വേഷണ സംഘത്തിന് കൈമാറി. അതുപോലെ
ഈ പണമടച്ചതിൻ്റെ ഞാൻ പറഞ്ഞില്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ MG റോഡ് ശാഖയിൽ പണമടച്ചതിൻ്റെ കൗണ്ടർ ഫോയിലുണ്ട് റൌഫിൻ്റെ കയ്യിൽ. അപ്പോൾ പണം ആർക്കടച്ചത് വ്യക്തമായില്ലേ? എല്ലാത്തിനും തെളിവുണ്ട്. റൌഫ് ഒരു ചില്ലറക്കാരനൊന്നുമല്ല, അദ്ദേഹം വളരെ പ്രഗത്ഭനായ ഒരു വ്യവഹാരിയാണ്. അപ്പോൾ എല്ലാ രേഖകളും അദ്ദേഹം കൈമാറുകയാണ്. ഇന്ത്യ വിഷൻ ശേഖരിച്ച മറ്റേ ഒളിക്യാമറ അടക്കമുള്ള കാര്യങ്ങൾ, സൗണ്ട് സാമ്പിൾസ്, എല്ലാ കാര്യങ്ങളും കൈമാറുന്നു. ഇതെല്ലാം വിൻസെൻ്റ് പോൾ വളരെ കാര്യമായിട്ട് അന്വേഷിക്കുന്നു. അന്വേഷിച്ച് അട്ടിമറി ഉണ്ടെന്ന് അദ്ദേഹം കണ്ടുപിടിക്കുന്നു. പക്ഷേ അപ്പോഴത്തേക്കും സർക്കാർ മാറുന്നു. ഉടനെ വിൻസെൻ്റ് പോൾ സമ്മർ സോൾട്ട് അടിക്കുന്നു. അദ്ദേഹം പറയുന്നു അട്ടിമറി നടന്നുണ്ട്, പക്ഷേ ആരാണ് അട്ടിമറിച്ചതെന്ന് ഞാൻ എത്ര അന്വേഷിച്ചിട്ടും കണ്ടെത്തിയില്ല. പാറപ്പുറത്ത് എത്ര വലിയ എഴുത്തുകാരനാണ് അത് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജേക്കബ് ജോർജിൻ്റെ നാട്ടുകാരനാണ്, മരിച്ചുപോയ സാഹിത്യകാരൻ. പാറപ്പുറത്ത് അന്വേഷിച്ചു, കണ്ടെത്തിയില്ല. അതാണ് CBI ആദ്യം ഏതിൽ പറഞ്ഞത്? അഭയ കേസിൽ ഇങ്ങനെയല്ലേ, സിസ്റ്റർ അഭയയുടെ മരണം കൊലപാതകമാണ് ഞങ്ങൾ കണ്ടെത്തി, പക്ഷേ ആരാണ് കൊന്നതെന്ന് ഞങ്ങൾ അന്വേഷിച്ചിട്ട് കണ്ടെത്തിയില്ല. ആദ്യത്തെ ഘട്ടം. അപ്പോൾ ശാരംഗധരൻ എന്ന് പറഞ്ഞ പൈസയിട്ട് കാരണക്കൂറ്റിക്ക് ഒരു അടി കൊടുത്തിട്ട് പറഞ്ഞു പോടാ എന്ന് പറഞ്ഞ് അത് തള്ളിക്കളഞ്ഞു. അപ്പോൾ വീണ്ടും CBI അന്വേഷിച്ചപ്പോൾ പറഞ്ഞു കണ്ടെത്തിയിട്ടുണ്ട്, പക്ഷേ തെളിവില്ല. അപ്പോൾ അതും തള്ളിക്കളഞ്ഞു. മൂന്നാമത് വീണ്ടും അന്വേഷിച്ചു, അപ്പോൾ കണ്ടെത്തി, ആളെ പിടികിട്ടി. ഇതാണ് കേസ്. ഇങ്ങനെയാണ് നമ്മുടെ പോലീസ് സംവിധാനം. CBI അടക്കം നടക്കുന്നത് ഇതൊക്കെ വലിയ തട്ടിപ്പാണ്. പോലീസിലുള്ള അത്തരം കള്ളന്മാർ സത്യത്തിൽ കള്ളന്മാരുടെ ഇടയിൽ പോലും ഇല്ല. ഒരു സത്യം. 2, പോലീസിനുള്ള അത്രയും വലിയ സാഹിത്യകാരന്മാർ. അതാണ് സാഹിത്യകാരന്മാരല്ലേ പോലീസിനുള്ള. ഇപ്പോൾ നമ്മുടെ മറ്റേ പെൺകുട്ടിയുടെ കേസിലില്ല, പെരുമ്പാവൂരെ ജിഷയുടെ കേസിൽ എന്തൊക്കെ കഥകളാണ് നമ്മുടെ പോലീസുകാർ കണ്ടുപിടിച്ചത്. ജിഷ അങ്ങനെ റോട്ടിൽ കൂടി പോകുമ്പോൾ ഒരാൾ ഒളിച്ചു നോക്കി, അപ്പോൾ ജിഷ അയാളെ ചെരുപ്പൂരി അടിച്ചു. ഇതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? ഒരു നുള്ള ഉപ്പല്ല, ഒരു ചാക്ക് ഉപ്പോടുകൂടി പോലും പഴുകാൻ പറ്റില്ല. കാരണം എന്താ? സാഹിത്യകാരന്മാരാണ് പോലീസിൽ. ഉറൂബ്, പൊറ്റക്കാട്ട്, തകഴി, കേശവദേവ്, ഇവരെയൊക്കെ വെട്ടുന്ന അതുല്യ പ്രതിഭകളാൽ സമ്പന്നമാണ് നമ്മുടെ പോലീസ് സംവിധാനം. പോലീസുകാർക്കൊക്കെ സാഹിത്യത്തിന് അവാർഡ് കൊടുക്കുക. അതിന് പോലീസ് സാഹിത്യ അക്കാദമി എന്ന് ഒരു സാധനം ഉണ്ടാക്കും. മന്ത്രി ബാലന്റെ ശ്രദ്ധ ആ കാര്യത്തിലേക്ക് ക്ഷണിക്കണേ. ഏറ്റവും ഭാവനാശാലിയായ പോലീസ് ഉദ്യോഗസ്ഥന് ഒരു അവാർഡ് കൊടുക്കുക. അല്ല, അങ്ങനെ പോലീസിന്റെ ഭാവനയ്ക്ക് വിടുന്നതിനപ്പുറത്ത് ശരിയാണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ SBIയുടെ MG റോഡ് ശാഖയിൽ 15 ലക്ഷം അടച്ചതിന്റെ തെളിവ് റൌഫിന്റെ കയ്യിലുണ്ട്. പക്ഷേ അതുമാത്രമല്ല, ഈ മലബാർ അക്വാ ഫാമിന്റെ 98-99 വാർഷിക റിപ്പോർട്ടിൽ ഡയറക്ടേഴ്സ് റിപ്പോർട്ടായി ചേർത്തിരിക്കുന്ന ഭാഗത്ത് കിട്ടിയ പണത്തിന്റെ രേഖയുമുണ്ട്. അപ്പോൾ കിട്ടിയ പണത്തിന്റെ രേഖയുമുണ്ട്, കൊടുത്ത പണത്തിന്റെ രേഖയുമുണ്ട്. പക്ഷേ ഇത് ആരാണ് അട്ടിമറിച്ചത് എന്ന് തെളിവില്ല എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഇതൊക്കെ സംഭവിക്കുക? അല്ല, ഇത് സംഭവിക്കുന്നത് സർക്കാർ മാറിയതുകൊണ്ടാണ്. പോലീസുകാർ ഇപ്പോൾ സുകേശനെ കുറ്റവിമുക്തനാക്കിയല്ലോ. ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയെങ്കിൽ സുകേശന്റെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്നുള്ള രീതിയിലായിരിക്കും പോലീസുകാർ കൊടുക്കുക. ഇപ്പോൾ സർക്കാർ മാറി, പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ ആഭ്യന്തര വകുപ്പിൻ്റെ ചാർജ് വന്നപ്പോൾ ഇനി പോലീസുകാർക്ക് അങ്ങനെ കൊടുക്കാൻ പറ്റുമോ? പോലീസുകാർ പ്ലേറ്റ് മാറ്റി. ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ. പോട്ടെ, സുകേശൻ തന്നെ ആദ്യം അന്വേഷിച്ച് എങ്ങനെയായിരുന്നു KM മാണി കാശ് വാങ്ങിച്ചു? കാരണം അന്ന് കോൺഗ്രസ്സുകാർക്ക് ഡൊമിനിക് പ്രസന്റേഷൻ അടക്കമുള്ളവരുടെ താല്പര്യം എന്തായിരുന്നു? ഉമ്മൻചാണ്ടിയെ KM മാണിയെ കുറിച്ച് തറക്കണം എന്നുള്ളായിരുന്നു. അടുത്ത ഘട്ടത്തിൽ ബാബുവിനെതിരായിട്ട് ആരോപണം വന്നപ്പോൾ സുകേശൻ പ്ലേറ്റ് മാറ്റി. അപ്പോൾ അതേ പറഞ്ഞു, സുകേശൻ പറയുന്നു ബാബുവിനെതിരെ തെളിവില്ല, കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഉണ്ടായിരുന്ന തെളിവുകൾ തന്നെ തേഞ്ഞു മാഞ്ഞു പോയിരിക്കുന്നു, പഴയ തെളിവ് ഇപ്പം ഇല്ല, അത് കാലഹരണപ്പെട്ടു പോയി എന്നാണ് സുകേശൻ പറയുന്നത്. അപ്പോൾ പറഞ്ഞു സുകേശന്റെ പേരിൽ അന്വേഷണം. അപ്പോൾ സുകേശന്റെ ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടി ആയിരിക്കും സുകേശൻ കുറ്റക്കാരനായത്. ഇതൊക്കെയാണ് ഈ നാട്ടിലെ അവസ്ഥ എന്ന് പൊതുവായി പറയാം. ഇതൊക്കെ എൻ്റെ പൊന്ന അഭിലാഷ്, ഞാൻ ഒരു കാര്യം പറയാം, ഇത് രാഷ്ട്രീയമായിട്ട് പറഞ്ഞല്ല. ഈ 10-30 കൊല്ലത്തോളം ഈ വക്കീൽ പണി ചെയ്ത അനുഭവത്തിൻ്റെ പേര് പറയുന്നത്, ഇതുപോലെ തട്ടിപ്പ് നിറഞ്ഞൊരു സംവിധാനം നമ്മുടെ രാജ്യത്തില്ല. ഇത് LDF ഭരിച്ചാലും UDF ഭരിച്ചാലും ഇനി BJPയോ ശിവസേനയോ പോപ്പുലർ ഫ്രണ്ടോ അവരെന്താണ് മറ്റേ കൈവെട്ടുകാരുടെ പാർട്ടി ഉണ്ടല്ലോ, അവർ ഭരിച്ചാൽ പോലും ഇതിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പ്രതീക്ഷിക്കണ്ട. ശരി, നമുക്ക് സമയപരിമിതിയുണ്ട്. ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, അത് വല്ലാത്ത ഒരവസ്ഥയില്ല. ഇപ്പോൾ മാച്ച് ഫിക്സിംഗ് നടന്നു LDFും UDFും തമ്മിൽ എന്ന് ജനങ്ങൾക്ക് സാമാന്യമായി അനുമാനിക്കാം. ഇവിടെ LDF സർക്കാരിൻ്റെ കാലത്താണ് PK കുഞ്ഞാലിക്കുട്ടിയെ കുറ്റവിമുക്തനാക്കുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രതി ചേർക്കാൻ തെളിവില്ല എന്ന നിഗമനത്തിൽ സംസ്ഥാനത്തെ പോലീസ് സംവിധാനം AGയുടെ നിയമോപദേശത്തോടുകൂടി എത്തിച്ചേരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഇടപാടുകളെ സംബന്ധിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഈ MK ദാമോദരൻ കാസർഗോഡ് ഫാം തുടങ്ങുമ്പോൾ എല്ലാ തരത്തിലും സഹായിക്കണം, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ് എന്ന് PK കുഞ്ഞാലിക്കുട്ടി നേരിട്ട് വിളിച്ചു പറഞ്ഞു എന്ന് ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റായിരുന്ന സി അഹമ്മദ് കുഞ്ഞി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം തന്നെയാണ് ഈ പണം കൈമാറ്റം സംബന്ധിച്ച കുറെ കൂടി വെളിപ്പെടുത്തലുകൾ നടത്തിയിട്ടുള്ളത്. പണമിട്ട ആൾക്ക് പണം കൊടുത്തതിൻ്റെ രേഖ അടക്കം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. പക്ഷേ നമ്മൾ അന്വേഷിച്ച് വന്നാൽ ഒന്നും കാണുകയില്ല, ആരും ഒന്നും അറിഞ്ഞിട്ടും ഉണ്ടാവുകയില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരണ സംഘങ്ങളായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനം എന്ന് വരുന്നത് ജനങ്ങൾക്ക് പൂർണ്ണമായും നമ്മുടെ ഈ രാഷ്ട്രീയ സംവിധാനത്തിൽ വിശ്വാസം നഷ്ടപ്പെടുത്തുകയില്ലേ? ഒന്ന് അങ്ങനെ ഒരു സഹകരണത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം LDF ഗവൺമെൻറ്റിന് കുഞ്ഞാലിക്കുട്ടിയുടെയും മുസ്ലിം ലീഗിൻ്റെയും സഹായം എന്തിനാണ് അവർക്ക് ആവശ്യം? എന്തുകൊണ്ട് അങ്ങനെ ആലോചിച്ചുകൂടാ? ഞങ്ങൾ പ്രതിപക്ഷത്ത് ആകെ 47 പേരേ ഉള്ളൂ.
അവർക്ക് 92 പേരുള്ള ഒരു ഗവൺമെന്റിന് എന്തിനാണ് ഇപ്പൊ കുഞ്ഞാലിക്കുട്ടിയെ സഹായിക്കേണ്ട കാര്യം എന്താ ഉള്ളത്? അപ്പൊ ഇത് ഞാൻ നേരത്തെ പറഞ്ഞത്, ഈ രീതിയിലേക്കുള്ള ചർച്ചകൾ കൊണ്ടുപോകുന്നത് ഒരിക്കലും നല്ലതല്ല നമ്മുടെ സമൂഹത്തിന്. എല്ലാം കുഴപ്പമാണ്, കോടതിയും കുഴപ്പമാണ്, രാഷ്ട്രീയക്കാരും മോശക്കാർ, പിന്നെ ആരാ ഇവിടെ ഭരിക്കുന്നത്? ആര് നല്ലതാണ്? പിന്നെ നിങ്ങളെക്കുറിച്ച് പത്രങ്ങളെക്കാരെ കുറിച്ച് പരാതിയില്ലേ? ചാനലുകാരെ കുറിച്ച് പരാതിയില്ലേ? അപ്പം നാളെ ഇങ്ങനെ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മുടെ ഉള്ള ഓരോ സിസ്റ്റത്തെക്കുറിച്ചും എന്തെങ്കിലും ബഹുമാനം ബാക്കിയുണ്ടെങ്കിൽ അതുപോലെ നശിപ്പിക്കാനേ ഇടയാക്കും. അതുകൊണ്ട് ഓരോ സിസ്റ്റത്തിലും ഓരോ ഏജൻസി ഉണ്ട്, അവരന്വേഷിക്കണം. അത് അങ്ങനെ വിശ്വസിച്ചല്ലേ പറ്റുള്ളൂ. ഇവർ കോടതി തീരുമാനം എടുത്താൽ അതിന് അപ്പീൽ കൊടുക്കാം നമുക്ക്. ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ അവിടെ വെച്ച് കേസ് തീരണ്ടേ? അതിന് പകരം സുപ്രീം കോടതി പറഞ്ഞാൽ ശരി ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ പിടിച്ച മുയലിന് 2 കൊമ്പ് എന്ന രീതിയിലേക്ക് ചാനലുകളും അച്ചാരത്തിനൊക്കെ പോയതിന് ദുരന്തമാണ് ഇന്ന് അനുഭവിക്കുന്നത്. ശരി, എന്തായാലും ജനം വിലയിരുത്തട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക. ജനം വിലയിരുത്തട്ടെ. വളരെ നന്ദി ശ്രീ ഡൊമിനിക് പ്രസന്റേഷൻ, ശ്രീ PM മനോജ്, ശ്രീ TV ഇബ്രാഹിം, അഡ്വക്കേറ്റ് ജയശങ്കർ, ശ്രീ ജോസഫ് സി മാത്യു, ശ്രീ ജേക്കബ് ജോർജ്.